ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ LSDSന്റെ സിലബസ് ബ്രീഫിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതിന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, നമുക്കറിയാം ഈ LSDS എക്സാം എന്ന് പറയുമ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെ. ഇപ്പം PSC ഇപ്പൊ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു എക്സാം നടത്തുന്നത്. നമുക്ക് മുന്നേ ഉള്ള എക്സാമുകൾ നോക്കുകയാണെങ്കിൽ PSCയുടെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, എന്താണ് നമുക്ക് ഒരു ഒറ്റ സെക്ഷനിൽ ഒരു എക്സാം ആണ്. ഇപ്പോ ഒരു ഉച്ചയ്ക്ക് ഒരു 1:30 തൊട്ട് ഒരു 3:30 വരെയുള്ള ഒരു സെഷൻ ഉണ്ടാവുക. പക്ഷേ ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാക്ട്ലി ഒരു KSന്റെ ഒരു മാതൃകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് 2 പാർട്ടായിട്ടാണ് എക്സാം നടത്തുക. പാർട്ട് 1 ഉണ്ടായിരിക്കും, പാർട്ട് 2 ഉണ്ടായിരിക്കും. പാർട്ട് 1 എന്ന് പറയുമ്പോൾ മോർണിംഗ് സെഷൻ ആണ്. ഇപ്പൊ പേപ്പർ 1 ആണ് ഡീൽ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം എന്താണ് പേപ്പർ 2 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പേപ്പർ 1 എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി നമ്മുടെ പ്രിലിംസിന്റെ സെയിം സിലബസ് തന്നെയാണ് വരുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് പൊളിറ്റി കുറച്ച് വെയിറ്റേജ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. പേപ്പർ 2 എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ എക്സ്ട്രാ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കണം. ഇപ്പൊ രണ്ടും കൂടെ പേപ്പർ 1ഉം പേപ്പർ 2 കൂടെ നമുക്ക് 200 മാർക്കിനാണ് എക്സാം ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 150 ആണ്. 150 ആ റേഞ്ചിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ 200 ഫോക്കസ് ചെയ്യണം. എന്നാലും നമുക്കൊരു 150 ആ റേഞ്ചിലെങ്കിലും നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെ പോയാലും നമ്മളൊരു പേപ്പർ 1 ഒരു 75ഉം പേപ്പർ 2 ഒരു 75ഉം ആ റേഞ്ചിൽ വേണം നമ്മൾ എപ്പോഴും സ്കോർ ചെയ്യാനായിട്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇവിടെ പേപ്പർ 2 പേപ്പർ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. എന്താണ് ഒന്ന് പേപ്പർ 1 അല്ലെ, പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് എന്നാണ് പറയുന്നത്. 100 മാർക്കിനാണ് അത് ചോദിക്കുന്നത്. ദെൻ വി ഹാവ് പേപ്പർ 2. പേപ്പർ 2 എന്താണ് പേര് കൊടുത്തിരിക്കുന്നത്? ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവർണൻസ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ചുള്ള കാര്യങ്ങളാണ് ഈ പേപ്പർ 2 ഡീൽ ചെയ്യുന്നത്. അതിനും സെയിം 100 മാർക്ക് തന്നെയാണ് ഉള്ളത്. ഓക്കെ, സോ നമ്മളിനി ആ ഒരു പേപ്പർ 1ലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അല്ലെ. നോക്കൂ, ഹിസ്റ്ററി, അതുപോലെ തന്നെ എന്താണ് ജോഗ്രഫി, ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ദെൻ ഫിസിക്സ്, കെമിസ്ട്രി, കറണ്ട് അഫയേഴ്സ്, പിന്നെ നമ്മുടെ മാത്സ് അതായത് സിമ്പിൾ അരിത്തമെറ്റിക്കും മെന്റൽ എബിലിറ്റിയും, ദെൻ ജനറൽ ഇംഗ്ലീഷ്, ദെൻ റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും? മലയാളമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങുന്നത്? പ്രയോറിറ്റി അനുസരിച്ച് പഠിച്ചു തുടങ്ങാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കി, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 15 മാർക്കിനാണ് ചോദിക്കുന്നത്. സോ പേപ്പർ 1 നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് തന്നെയാണ്. ഓക്കെ, ദെൻ നമ്മൾ വരുമ്പോൾ തന്നെ സെക്കൻഡ് എന്താണ്? കറണ്ട് അഫയേഴ്സ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് 15 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഡെയിലി കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും നമ്മൾ നോക്കി പോകണം. ഓക്കെ, 2023 1 ഇയർ കറണ്ട് അഫയേഴ്സ് മസ്റ്റ് ആയിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ 2022 ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കറണ്ട് അഫയേഴ്സുകളും നോക്കി പോകണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് 2024 കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ ട്രെൻഡ് ഒക്കെ നമ്മൾ വരുന്ന സ്ലൈഡിൽ പറഞ്ഞുതരാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പിന്നെ എല്ലാം 10 മാർക്കിനാണല്ലോ. ഇപ്പൊ ഹിസ്റ്ററി ആയാലും അതുപോലെ തന്നെ ജോഗ്രഫി ആയാലും ദെൻ ബയോളജി സബ്ജക്റ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ മാത്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, ഇതെല്ലാം 10 മാർക്കിനാണ്. ദെൻ ഫിസിക്സും കെമിസ്ട്രിയും മാത്രമാണ് 5 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടും കൂടെ 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ബയോളജി നോക്കൂ, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഓഫ് ഏരിയ നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട് ഏതാണ്? ഇപ്പൊ ചില ആളുകൾക്ക് ഹിസ്റ്ററിയും ജോഗ്രഫിയും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ അവരെന്ത് ചെയ്യുക? ഹിസ്റ്ററിയും ജോഗ്രഫിയും നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. എന്നാൽ ചില ആളുകൾക്ക് എന്തായിരിക്കും ലൈഫ് സയൻസ്, പബ്ലിക് ഹെൽത്ത് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ അത് എന്ത് ചെയ്യുക? കൂടുതൽ ഫോക്കസ് ചെയ്യുക. പക്ഷെ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഇതോടൊപ്പം തന്നെ നോക്കി പോകേണ്ട 3 സബ്ജക്റ്റുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു 3 സബ്ജക്റ്റ് ആണ്. ഇത് ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഓക്കെ, അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഓക്കെ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. കാരണം ഇത് എല്ലാവരും പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്. സോ അവിടെ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 30 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു 30 നിങ്ങളുടെ സ്കോർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ 30 30 വാങ്ങിക്കണം. എന്നാൽ കുറഞ്ഞ പക്ഷം നിങ്ങൾ എന്താണ്
25 മാർക്കെങ്കിലും ഇവിടെ നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിന്റെ താഴേക്ക് ഒരിക്കലും നിങ്ങൾ ഇവിടെ സ്കോർ പോകരുത്. ഓക്കെ, 30ൽ 25 അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, 25ന്റെ മേലേക്ക് കൂടിക്കഴിഞ്ഞാൽ അത്രയും എന്താണ് സന്തോഷം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, 25 to 30 ആ ഒരു റേഞ്ചിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യരുത്. 15ൽ 15 നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ഒരു 15ൽ ഒരു 13 to 14 വരെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈ റേഞ്ചിൽ നിങ്ങൾ അവിടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനനുസരിച്ച് തന്നെ പഠിക്കണം. നിങ്ങൾക്ക് അറിയാം ഭയങ്കര കോമ്പറ്റീഷണൽ എക്സാം ആണ്. ഓക്കെ, സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറയുന്നത് 50 out of 50 തന്നെയാണ്. ഓക്കെ, 15 out of 15 തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ്, നമുക്ക് എക്സാക്ട്ലി 1-2 ക്വസ്റ്റ്യൻ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു 13 to 14 ആ ഒരു റേഞ്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ ശരിയാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ലൈഫ് സയൻസ്, അത് പിന്നെ ചില ആളുകൾക്ക് എന്താണ് ഭയങ്കര ടഫ് ആയിരിക്കും. ഓക്കെ, എസ്പെഷ്യലി പറയുന്നത് മാത്സ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ ഉണ്ടാവും. ഓക്കെ, ഡിഗ്രി അതുപോലെ തന്നെ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ച് പബ്ലിക് ഹെൽത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ബയോളജി ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരാൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു പേപ്പറാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ 10ൽ 10 വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അല്ലാത്തവരാണെങ്കിൽ ഒരു 10ൽ ഒരു 7, 8 ആ റേഞ്ചിലൊക്കെ മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച സ്കോറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനിയും ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പലർക്കും ഡൗട്ട് ഉള്ള ഒരു സബ്ജക്ട് ആണ് ഈ ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. കാരണം കുറച്ച് മാർക്കേ ഉള്ളൂ. അപ്പൊ അതിനൊത്ത് നമ്മൾ എഫേർട്ട് കൊടുത്തില്ലെങ്കിൽ ആ മാർക്ക് നമുക്ക് കിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഫിസിക്സും കെമിസ്ട്രിയിൽ ഇപ്പൊ നിങ്ങൾ 5 മാർക്ക് വാങ്ങിയില്ലെങ്കിൽ പോലും ഇവിടെ ഒരു 2 മാർക്കും അതുപോലെ തന്നെ ഫിസിക്സിൽ 2 മാർക്ക് വാങ്ങിയാൽ പോലും നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു രീതിക്കൊക്കെ ആ ഒരു സബ്ജക്റ്റിനെ കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ അതിൽ കൂടുതൽ എഫേർട്ട് കൊടുക്കണ്ട. അതിൽ കൊടുക്കുന്ന എഫേർട്ടിന്റെ ഈ എഫേർട്ട് കുറച്ച് പകുതിയാക്കി കുറച്ചിട്ട് മാക്സിമം എഫേർട്ട് മറ്റ് സബ്ജക്റ്റുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കടലാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ട് എന്താണ് അവിടെ നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും. കണ്ടോ, 15 മാർക്കാണുള്ളത്. അപ്പൊ 15ൽ നിങ്ങൾ ഒരു 10 മാർക്കെങ്കിലും മിനിമം നിങ്ങൾക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ടാർഗറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. സോ നമുക്ക് മൊത്തത്തിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം എങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കിട്ടേണ്ട മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 25. ഓക്കെ, ഒരു 25 to 30 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതിന്റെ താഴേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, കറണ്ട് അഫയേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്കൊരു 10 to 50 ഈ ഒരു റേഞ്ചാണ് നിങ്ങൾ പിടിക്കേണ്ടത്. ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു താല്പര്യം അനുസരിച്ചിട്ടാണ്. മിനിമം നിങ്ങൾ ഒരു 2 മാർക്കെങ്കിലും 2 ഭാഗത്തുനിന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു ലൈസൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു 7 to 10 ഈ റേഞ്ചിലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു 13 to 15 വരെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി നമുക്കറിയാം 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. കേരള, അതുപോലെ തന്നെ ഇന്ത്യ, ദെൻ വേൾഡ്. ഓക്കെ, 3 കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഹിസ്റ്ററി ചില ആളുകൾക്ക് ഭയങ്കര ടഫ് ആയിരിക്കും. സോ ഒരു 6 to 10 എന്നൊരു റേഞ്ചിൽ 6 to 10 ആ ഒരു റേഞ്ചിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുക. അതുപോലെ തന്നെ ജോഗ്രഫി കമ്പാരിറ്റീവ്ലി സിമ്പിൾ പേപ്പർ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു 7 to 10 എന്നുള്ള റേഞ്ചിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഈ ഒരു എക്സാം ഫസ്റ്റ് പേപ്പർ നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിരിക്കും. ഇതിന് താഴേക്ക് നിങ്ങൾ മാർക്ക് ചിന്തിക്കുകയേ വേണ്ട. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ എപ്പോഴും മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തരാനുള്ളത്. നമുക്കിനി 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നോക്കൂ, നമുക്ക് ജനറൽ നോളജിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ഹിസ്റ്ററി ആണ് അല്ലെ. 10 മാർക്കിനാണ് ഇവിടെ നമുക്കറിയാം ഹിസ്റ്ററി ചോദിക്കുന്നത്. എത്രയാണ്? 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾ നോക്കൂ, ഇവിടെ കാണാം, കണ്ടോ, കേരള ഹിസ്റ്ററി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയും പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഹിസ്റ്ററിയുടെ ഒരു ഭാഗം വരുന്ന സമയത്ത് അത് പഠിച്ചു തീരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ഒരു ടാർഗറ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആദ്യം വേൾഡ് ഹിസ്റ്ററിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വേൾഡ് ഹിസ്റ്ററിയിൽ നോക്കിയേ, നമുക്ക് ഒരുപാട് റെവല്യൂഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താണ് ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ എന്താണ് ഫ്രഞ്ച്, ദെൻ റഷ്യ, ചൈനീസ്, അങ്ങനെയുള്ള കുറച്ച് വിപ്ലവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ വിപ്ലവങ്ങളുടെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനീഷ്യലി തീർത്തു വെക്കുക. നിങ്ങൾ ഈ ഒരു 1 month നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ ഫ്രഞ്ച്, പിന്നെ അതുപോലെ തന്നെ റഷ്യൻ. സിലബസിൽ എടുത്തു പറയുന്ന കുറച്ച് റെവല്യൂഷൻസ് ഉണ്ട്. കണ്ടോ, ചൈനീസ് റെവല്യൂഷൻ അത് എടുത്തു പറയുന്നതാ. ഇംഗ്ലണ്ട്, ഫ്രഞ്ച്, റഷ്യ, ചൈന അത് എടുത്തു പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 4 വിപ്ലവങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം തന്നെ ഫിനിഷ് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ഒരു 4 വിപ്ലവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഇനീഷ്യലി അത് നിങ്ങളുടെ കയ്യിൽ ഭദ്രമാക്കി വെക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എന്താ പറയാ ഗൈഡുകൾ യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ NCERT SCERT ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട്, അത് വായിക്കാം. ഓക്കെ,
സോഴ്സ് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ ഭാഗങ്ങൾ ആദ്യം തന്നെ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഭദ്രമാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ അതിൽ എന്ത് എഴുതാ? ഹിസ്റ്ററിയിൽ എന്താണ്? വേൾഡ് ഹിസ്റ്ററി. അപ്പൊ ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള 4 റവല്യൂഷൻസ് എന്ത് ചെയ്തു? നമ്മൾ ഫിനിഷ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഒന്ന് വിട്ടുപോയി, ഇവിടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അതും കൂടെ ഉണ്ട്. അതും കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ ഫിനിഷ് ചെയ്ത് വെക്കുക. അപ്പൊ ഇങ്ങനെ ഇംഗ്ലണ്ട്, അമേരിക്ക, ഫ്രഞ്ച്, റഷ്യ, ചൈനീസ് എന്നിങ്ങനെയുള്ള 5 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക? ഫിനിഷ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ അതോടുകൂടി എന്താവും? നിങ്ങളുടെ ആ ഒരു കയ്യിലുള്ള ആ ഒരു റവല്യൂഷൻ എന്നുള്ള ഒരു ഭാഗം ക്ലിയർ ആയിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ട എന്താണ്? പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. അവർ ഈ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തീർത്ത് വെക്കണം. എന്നിട്ടേ നിങ്ങൾ സിലബസിന്റെ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. നമുക്ക് ഇവിടെ എന്താ പറയുന്നത്? ഓക്കെ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒരു എന്താ പറയുക ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യുക? വേൾഡ് വാർ ഫസ്റ്റ് ആദ്യം പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് എവിടെയാണ്? പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ എന്നുള്ള ഒരു ഭാഗത്താണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ്? നമ്മുടെ യുഎൻഒയുടെ ഫോർമേഷൻ, അതുപോലെ തന്നെ മറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ഇതെല്ലാം നോക്കി വെക്കുക. അപ്പൊ ഈ ഒരു ഓർഡറിലാണ് ആക്ച്വലി നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിനെ നിങ്ങൾ കാണേണ്ടത്, വേൾഡ് ഹിസ്റ്ററിനെ. ഓക്കെ, അപ്പൊ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, അതുപോലെ തന്നെ എന്താണ്? ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, ദെൻ യുഎൻഒ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അപ്പൊ നമുക്കറിയാം ആ ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു 10 മാർക്കിന് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വേൾഡ് ഹിസ്റ്ററി നമുക്കൊരു ഏകദേശം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുകയാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് ഏകദേശം ഒരു 2 to 3 ഓക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു വേൾഡ് ഹിസ്റ്ററി നിങ്ങൾ ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക. ഓക്കെ, അപ്പൊ എന്താണ്? നിങ്ങളുടെ വേൾഡ് ഹിസ്റ്ററി ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ കഴിയും, നിങ്ങൾ അത് മാറ്റി വെക്കുക. നിങ്ങൾ പോകേണ്ടത് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് അല്ല പോകേണ്ടത്, നേരെ നമ്മൾ പോകേണ്ടത് എവിടേക്കാണ്? കേരള ഹിസ്റ്ററിയിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, കേരള ഹിസ്റ്ററിയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ നോക്കിയേ എന്തൊക്കെയാണ് ഫിനിഷ് ചെയ്യാനുള്ളത്? അറൈവൽ ഓഫ് യൂറോപ്യൻസ് കണ്ടോ? അറൈവൽ ഓഫ് യൂറോപ്യൻസ്. അപ്പൊ ഈ അറൈവൽ ഓഫ് യൂറോപ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പൊ അവിടെ ആ ഒരു ഓർഡറിൽ തന്നെ എന്താണ്? പോർച്ചുഗീസ്, ഡച്ച്, അതുപോലെ തന്നെ ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ആ ഒരു ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഫിനിഷ് ചെയ്ത് വെക്കുക. പിന്നെ അവർ പഠിക്കുമ്പോൾ അവർ സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. യൂറോപ്യൻസ് വന്നു, എന്നിട്ട് എന്താണ്? വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ദേ മെയ്ഡ്, അല്ലെ? കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് എന്നുള്ള ഒരു ഭാഗം ഫിനിഷ് ചെയ്ത് വെക്കണം. ഇനി അപ്പൊ അത് കഴിയുമ്പോൾ തന്നെ എന്താണ്? ഏകദേശം നമ്മുടെ ആ ഒരു യൂറോപ്യൻസിന്റെ ട്രെൻഡ് കഴിയും. ഇനി നമ്മൾ നോക്കേണ്ടത് ആ ഒരു ട്രാവൻകൂറിലെ റൂളേഴ്സിനെ കുറിച്ചിട്ട്. അത് എടുത്ത് പറയുന്നുണ്ട് സിലബസിലല്ലേ? ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ. കറക്റ്റ് സിലബസ് പറയുന്നുണ്ടല്ലോ. മാർത്താണ്ഡവർമ്മ തൊട്ട് ചിത്തിര തിരുനാൾ വരെയുള്ള ട്രാവൻകൂറിന്റെ ഹിസ്റ്ററിയാണ് പഠിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ റൂളേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസ് നമ്മളവിടെ പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതെല്ലാം നമ്മുടെ PSC ഗൈഡുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചു പോയാൽ മാത്രം മതി. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം? സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെന്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ നവോത്ഥാന നായകന്മാരുടെ കാര്യങ്ങൾ അതിൽ വരും. ഓക്കെ, അപ്പൊ അതിന് പ്രയോറിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ നാഷണൽ മൂവ്മെന്റ് ഇൻ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട നാഷണൽ മൂവ്മെന്റുകൾ എന്തൊക്കെയാന്നുള്ളത്. പിന്നെ ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി, പിന്നെ യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, ദെൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇതെല്ലാം നോക്കിയാൽ നമ്മുടെ സിലബസ് നോക്കുമ്പോൾ നമ്മൾ പ്രിലിംസിന് നമ്മൾ ഒരു തവണ റൗണ്ട് ആയിട്ട് കഴിഞ്ഞ സെയിം സംഭവം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇതിന് ആക്ച്വലി എന്താണ്? പ്രിലിംസ് നമ്മൾ ഒരു റൗണ്ട് തീർത്തതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊരു റിവിഷൻ ഫ്രണ്ട്ലി ആയിട്ട് എടുക്കുക. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കേരള ഹിസ്റ്ററി ബൈ ശ്രീധര മേനോൻ. അപ്പൊ ശ്രീധര മേനോൻ സാറിന്റെ ബുക്ക് വായിക്കുക. ഓക്കെ, കാരണം ഇപ്രാവശ്യം മെയിൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രീധര മേനോൻ സാറിന്റെ ബുക്ക് നല്ല തറോ ആയിട്ട് വായിച്ചു വെക്കുക. അതിൽ കറക്റ്റ് ആയിട്ട് ഈ ഓർഡറിൽ പറയുന്നുണ്ട്. കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു PSCയുടെ ഒരു ഗൈഡും കൂടെ നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഓക്കെ, ഇപ്പം ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ സുലഭമാണ്. ഞാൻ ഇങ്ങനെ പേരെടുത്ത് പറയുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിഗ്രി മെയിൻ ഒരു ഗൈഡ് വാങ്ങാം. പേപ്പർ 1ന്റെ ഗൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ കടകളിലും നമുക്ക് കിട്ടും. അപ്പൊ അതും ഈ ഒരു ശ്രീധര മേനോൻ സാറിന്റെ ബുക്കും കൂടെ വെച്ച് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കേരളയിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏകദേശം നമുക്ക് ഇവിടെ എന്താണ്? ഒരു 4 ക്വസ്റ്റ്യൻ വരെ നമുക്ക് ഇവിടെയും അറൗണ്ട് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ അറൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, പറയാൻ പറ്റില്ല, ചിലപ്പോൾ എങ്ങനെയാണ് അവർ വെയിറ്റേജ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇവിടെ അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓക്കെ, ഇവിടെ കേരള ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു പ്രതീക്ഷിക്കാവുന്ന ഒരു 3 to 4 ആ ഒരു റേഞ്ചിലൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ
കുറച്ചുകൂടെ എന്താണ് നമുക്കറിയാം വാസ്റ്റ് സിലബസാണ്. അപ്പൊ ഇവിടെ ഒരു നമുക്കൊരു കണക്ഷൻ കിട്ടും. കേരളം പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് നമുക്കൊരു കണക്ഷൻ കിട്ടും. കാരണം ഇവിടെ ബ്രിട്ടീഷുകാരെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്, കണ്ടോ. അപ്പൊ അവരുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കൂടുതലും പഠിക്കേണ്ടത് ആരാണ്? ബ്രിട്ടീഷുകാരെ കുറിച്ച് തന്നെയാണ്. കാരണം പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ ഇവരെല്ലാം വരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്ന ആരുടെയാണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, അല്ലെ, ബ്രിട്ടീഷുകാരുടെ ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് പറയുന്നത്. നമുക്കറിയാം യൂറോപ്യൻസിന്റെ വരവോടുകൂടി ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഇവർ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന ഒരു ടോപ്പിക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആ പൊളിറ്റിക്കൽ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ പോർച്ചുഗീസ്, ഫ്രഞ്ച്, അതുപോലെ തന്നെ ഡച്ച്, ഇംഗ്ലീഷ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ഒരു അഡ്മിനിസ്ട്രേഷന് ഒരു അടിത്തറ പാകുന്നത് ആരാണ്? നമ്മുടെ ബ്രിട്ടീഷേഴ്സ് ആണ്, അല്ലെ, ബ്രിട്ടീഷേഴ്സ്. ഓക്കെ, അപ്പൊ അതില് മെഡിവൽ ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് എന്താണ് നമ്മുടെ 1757 ബാറ്റിൽ ഓഫ് പ്ലാസി, ദെൻ ബാറ്റിൽ ഓഫ് ബൊക്സാർ. ഇതിനോടൊക്കെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു എന്താ പറയുക അഡ്മിനിസ്ട്രേഷന്റെ ഒരു അടിത്തറ ഇവിടെ പാകുന്നത്. ഓക്കെ, ദെൻ പക്ഷെ നമുക്ക് അത് സിലബസിൽ അങ്ങനെ എടുത്ത് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഓടിച്ചു പോയാൽ മതി. ബട്ട് നിങ്ങൾ ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എവിടെയാണ്? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനാണ്, അല്ലെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം, അല്ലെ. അപ്പം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? 1858 എന്ത് വരുന്നത്? ക്രൗൺ റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ PSC നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് 1857 റിവോൾട്ടിന് ശേഷമുള്ള ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഓർഡർ എങ്ങനെയാണ്, അതായത് ഇവിടെ ക്രൗൺ നേരിട്ട് ഭരിക്കുകയാണ്. അപ്പൊ ആ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പൊ ക്രൗൺ നേരിട്ട് ഭരിക്കുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്യുന്നു. ഡയറക്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റൂളിന്റെ അണ്ടറിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്നു. അപ്പൊ ഇന്ത്യയിൽ ആ ഒരു ബ്രിട്ടന്റെ കറക്റ്റ് എക്സാക്ട്ലി പാർലമെന്ററി സംവിധാനങ്ങൾ ഇന്ത്യയിൽ വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതിന് തുടർന്നിട്ടാണ് ഇവിടെ എന്ത് വരുന്നത്? നാഷണൽ മൂവ്മെന്റുകൾ വരുന്നത്, അല്ലെ. കാരണം ഒരു 1858 ശേഷം എന്താണ് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ INC യുടെ ഫോർമേഷൻ വരുന്നുണ്ട്, അല്ലെ. ഓക്കെ, INC വരുന്നു 1885 INC യുടെ ഫോർമേഷൻ. INC യുടെ ഫോർമേഷന് ശേഷം എന്താണ് ഇവിടെ നാഷണലിസം എമർജ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നാഷണൽ ലീഡേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു ഓർഡർ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ ഒരു സ്റ്റോറി ലൈൻ ആ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. നോക്കൂ, ഇവിടെ കറക്റ്റ് ഓർഡറിൽ PSC ഇത് പറയുന്നുണ്ട്. എന്താണ്? ബ്രിട്ടീഷുകാർ ഇവിടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസി, ദെൻ ബാറ്റിൽ ഓഫ് ബുക്സാർ. അതിനൊക്കെ ശേഷം എന്താണ്? ബംഗാൾ പിടിച്ചടക്കുന്നു. ബംഗാൾ, ബീഹാർ, ഒറീസ എല്ലാം പിടിച്ചടക്കുന്നു. പിന്നെ പതുക്കെ എന്താണ്? നമ്മുടെ ആ ഒരു കേന്ദ്ര ഭരണം എന്ന് പറയുന്നത് ഡൽഹി കേന്ദ്രീകരിച്ചാണ് അവർ ഭരിച്ചിരുന്നത്, മുഗൾസ്. അങ്ങനെ ഡൽഹി പിടിച്ചടക്കുന്നത്. എപ്പോഴാണ് ഡൽഹി പിടിച്ചടക്കുന്നത്? നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസോട് കൂടി, അല്ലെ. അപ്പൊ എന്താണ്? എക്സാക്ട്ലി ആ പവർ അവരുടെ കയ്യിലാവുന്നു. തുടർന്ന് എന്താണ്? ഇവിടെ നാഷണലിസം എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നു. അപ്പൊ നോക്കുവാണെങ്കിൽ എന്താണ്? ദ ഫോർമേഷൻ ഓഫ് INC ഫോം ചെയ്യുന്നു. അപ്പൊ INC ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും INC യുടെ അണ്ടറിലായിരിക്കും നടക്കുക. അപ്പൊ അത് ഇവിടെ എടുത്തു പറയുന്നത് എന്താണ്? സ്വദേശി മൂവ്മെന്റ്. സിലബസിൽ എടുത്തു പറയുന്നതാണ് എന്ത്? സ്വദേശി മൂവ്മെന്റ് എന്നുള്ളത്. അപ്പൊ സ്വദേശി മൂവ്മെന്റ് എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പൊ സ്വദേശി മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. എങ്ങനെയാണ് സ്വദേശി മൂവ്മെന്റ് വരുന്നത്? നമ്മുടെ പാർട്ടീഷൻ ഓഫ് ബംഗാളിന് തുടർച്ചയായിട്ട് വരുന്ന മൂവ്മെന്റ് ആണ് സ്വദേശി മൂവ്മെന്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടീഷൻ ഓഫ് ബംഗാളും കൂടെ നിങ്ങൾ അവിടെ കവർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ സ്വദേശി മൂവ്മെന്റ് പഠിക്കുക. സ്വദേശി മൂവ്മെന്റ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അടുത്തായിട്ട് നോക്കേണ്ടതാണ് എമർജൻസ് ഓഫ് ഗാന്ധി. ഗാന്ധിയുടെ എമർജൻസ് പഠിക്കണം. അത് എടുത്തു പറയുന്ന ഒരു ടോപ്പിക് ആണ്, കണ്ടോ. ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി, കണ്ടോ. അപ്പൊ ആരാണോ ഈ സിലബസ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് എന്താ പറയാ ഡീകോഡ് ചെയ്യുന്നത് അവർക്കാണ് ഈ ഒരു എഡ്ജ് കിട്ടുക, അല്ലെ. അപ്പൊ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ഓഫ് മഹാത്മാഗാന്ധി എടുത്തു പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ഓഫ് മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ ഒരുപാട് മൂവ്മെന്റുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, അല്ലെ. ചമ്പാരൻ, ഗേദ എല്ലാം അങ്ങനെയുള്ള മൂവ്മെന്റുകൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? സ്വദേശി മൂവ്മെന്റിൽ ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാൾട്ട് സത്യാഗ്രഹയിൽ ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ പറയുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലുള്ള ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ പറയുന്നുണ്ട്. പിന്നെ റൗണ്ട് ടേബിൾ കോൺഫറൻസ്, അങ്ങനെ ഒരുപാട് മൂവ്മെന്റുകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് നോക്കുക. അവിടെ എല്ലാം ഗാന്ധിയുടെ റോൾ നോക്കുക. പിന്നെ നമുക്ക് അവിടെ നോക്കുവാണെങ്കിൽ അതേ സമയം തന്നെ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സും ലിറ്ററേച്ചേഴ്സും ആർട്സും ഒക്കെ ആ ഒരു സമയത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ സ്വദേശി മൂവ്മെന്റിന്റെ സമയത്താണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മുടെ തിലക് പോലെയുള്ള ആളുകളൊക്കെ എന്താണ് ഒരുപാട് മേളാസ് ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലിറ്ററേച്ചറുകൾ വരുന്നുണ്ട്, ന്യൂസ് പേപ്പറുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ശിവജി ഫെസ്റ്റിവൽ അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പിന്നെ ഒരുപാട് ന്യൂസ് പേപ്പറുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഗാന്ധിയുടെ തന്നെ കുറെ ന്യൂസ് പേപ്പർ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ന്യൂസ് പേപ്പേഴ്സും അതിന്റെ ഫൗണ്ടേഴ്സും എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കണം. അതോടൊപ്പം തന്നെ സോഷ്യൽ റീഫോം മൂവ്മെന്റുകൾ ഇതൊക്കെ ആ ഒരു സമയത്ത് വരുന്നത് തന്നെയാണ്. ഇപ്പൊ രാജാറാം മോഹൻ റോയ്, അല്ലെ, നമ്മുടെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ്, അദ്ദേഹത്തിന്റെ കുറെ കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ റിനേസൻസ് ലീഡേഴ്സിനെ കുറിച്ച് പഠിക്കുക. ഇവിടെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓൾറെഡി നമ്മൾ കേരള പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങളോട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിലെ ലീഡേഴ്സ് കേരളത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവിലെ കുറച്ച് ലീഡേഴ്സ് പഠിക്കാനുണ്ട്. അവരെയും കൂടെ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ കവർ ചെയ്യുക. അപ്പൊ അതോടൊപ്പം എന്താണ്? നമുക്ക് ഒരു 1947 ആവുന്നതോടുകൂടി നമ്മുടെ ആ ഒരു ഫ്രീഡം
നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ ഏകദേശം പഠിച്ചു കഴിയും. അതിനുശേഷം നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്നുള്ളൊരു കാര്യം പറയാണ്ട്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താ, അറൌണ്ട് 560+ പ്രൊവിൻസസ് ആണ് നമുക്ക് ആ ഒരു സമയത്തോടെ ഉണ്ടായിരുന്നത്. ഇതിലെല്ലാം യുണൈറ്റ് ചെയ്തിട്ട് ഒരു ഇന്ത്യ, ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്നൊരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലെ. ഓൾ ഇന്ത്യൻ യൂണിയൻ, നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഇന്ത്യ, ഓക്കെ, ഒരു 28 സ്റ്റേറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അപ്പൊ അതാണ് ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റികളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഫസൽ അലി കമ്മീഷനെ കുറിച്ച് പറയുന്നു, ഇപ്പൊ എസ് കെ ദർ കമ്മീഷനെ കുറിച്ച് പറയുന്നു, പിന്നെ സർദാർ വല്ലഭായ് പട്ടേൽ എങ്ങനെയാണ് ഇന്ത്യനെ യുണൈറ്റ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കി വെക്കണം. അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്തു, ഡെവലപ്മെന്റ് ഓഫ് സയൻസ്, എഡ്യൂക്കേഷൻ, ടെക്നോളജി, അതെല്ലാം എങ്ങനെയാണ് ഇവിടെ ഡെവലപ്പ് ആയത്. അതോടൊപ്പം തന്നെ എന്താണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി എങ്ങനെയായിരുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അല്ലെ, ഇപ്പൊ നാം, അതൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ എന്ത് ചെയ്യുക, അതിനെ നോക്കി കാണണം. അപ്പൊ ഇവിടെ ഈ ഒരു എന്താ പറയാ, വേൾഡ് ഹിസ്റ്ററി, അതോടൊപ്പം തന്നെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്ത് വെക്കുക പേപ്പർ 1. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ തന്നെ എന്താണ്, നിങ്ങൾ ഏകദേശം ഒരു 10 മാർക്കിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഓർഡറിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ആ ഒരു എന്താ പറയാ, സിലബസ് ഡീകോഡ് ചെയ്ത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യാം. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് ജിയോഗ്രഫിയാണ്. അപ്പൊ നിങ്ങൾ ജിയോഗ്രഫിയിലേക്ക് പോകുന്നതിനേക്കാൾ ബെറ്റർ ഞാൻ പറയുന്നത്, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഭാഗം എടുക്കണം. കാരണം 15 മാർക്കാണ്. അപ്പൊ ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇന്ത്യയിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഐഡിയ വരുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു മോഡേൺ ഇന്ത്യയുമായിട്ട് ഇതിന് എക്സാക്ട്ലി നല്ല കണക്ഷൻ ഉണ്ട്. കാരണം എന്താ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫോർമേഷൻ കണ്ടോ, അപ്പൊ അതിന്റെ ഫോർമേഷൻ, പിന്നെ അതിൽ തന്നെ എന്താണ് പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്, റിട്ട്, ഹെബിയസ് കോർപ്പസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു തുടർച്ച, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ മൂവ്മെന്റുകൾ തന്നെയാണ്. ആ നാഷണൽ മൂവ്മെന്റുകൾ പഠിക്കുന്ന സമയത്ത് അവിടെ ആ ഒരു നാഷണൽ ലീഡേഴ്സ് ഉയർത്തി കാണിച്ചിട്ടുള്ള പല ആശയങ്ങളുമാണ് പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഒരു എന്താ കണക്ഷനിലൂടെ വേണം ഇത് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു പോവാ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പൊ ലക്ഷ്മികാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഉണ്ട്, ഇപ്പൊ നമ്മുടെ സിവിൽ സർവീസിലുള്ള പിള്ളേരൊക്കെ പഠിക്കുന്ന പുസ്തകമാണ്. അപ്പൊ ആ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു എൻറ്റയർ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് അർത്ഥം. കാരണം അതിൽ കറക്റ്റ് ആയിട്ട് ചാപ്റ്റർ വൈസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഹെഡിങ്ങിൽ വന്നിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ, ഇതെല്ലാം അവരുടെ ഓരോ ചാപ്റ്റേഴ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ലക്ഷ്മികാന്ത് വായിക്കുക. കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗൈഡും കൂടെ നോക്കി പോവാ. അപ്പൊ ഈ 2 ബുക്കാണ് ഇവിടെ നമുക്ക് ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തെടുത്ത് പറയുന്നില്ല. ഓക്കെ, പിന്നെ അതിൽ നിങ്ങൾ കുറച്ചുകൂടി നോക്കൂ, ഈ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുകളും നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ 73rd 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിലൂടെയാണ് ഇത്തരത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എല്ലാം വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. അപ്പൊ ഗാന്ധിജിയെ പോലുള്ള നാഷണൽ ലീഡേഴ്സ് എന്താണ്, അവരുടെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഗാന്ധി അറിയാലോ, ഗാന്ധി പഞ്ചായത്തി രാജിനെ പ്രൊമോട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് ഈ ഒരു പഞ്ചായത്തി രാജ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മുനിസിപ്പാലിറ്റി പോലെയുള്ള ആശയങ്ങൾ അതിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ തുടർന്ന് എന്താണ് ഇദ്ദേഹം ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതേ തുടർന്നാണ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ DPSP ആർട്ടിക്കിൾ 40 ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് എന്താണ്, പക്ഷെ അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് എപ്പോഴാണ് കിട്ടുന്നത്, 73rd അതുപോലെ 74th അമെന്റ്മെന്റിലാണ് നമുക്ക് പിന്നീട് എന്ത് ചെയ്യുന്നത്, ആ ഒരു കറക്റ്റ് ഒരു പഞ്ചായത്തി രാജ് എന്നുള്ളൊരു ആശയം, അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി എന്നുള്ളൊരു ആശയം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിക്ക് വേണം ഇവിടെ നമ്മളത് നോക്കിക്കാണാനായിട്ട്. പിന്നെ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിനെ കുറിച്ച് ഇവിടെ പറയുന്നു അല്ലെ. ഇലക്ഷൻ കമ്മീഷൻ, UPSC, ഫിനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, ഒരുപാട് ആളുകൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ലിസ്റ്റിലും ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അങ്ങനെയൊക്കെ ചോദിക്കും. ഫോർ എക്സാമ്പിൾ, ഫോറസ്റ്റ് ഏത് ലിസ്റ്റിലാണ്, എഡ്യൂക്കേഷൻ ഏത് ലിസ്റ്റിലാണ്, അഗ്രികൾച്ചർ ഏത് ലിസ്റ്റിലാണ്, ഡിഫൻസ് ഏത് ലിസ്റ്റിലാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അവരെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ് 1 by 1 ആയിട്ട് പറയുന്നില്ല. ഈ എൻറ്റയർ സിലബസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കണം.
ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക, ഒരു മോഡേൺ ഇന്ത്യ അതുപോലെ തന്നെ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ഭാഗം നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പോഴേ നിങ്ങൾക്ക് എക്സാക്ട്ലി അതിന്റെ ഒരു എന്താ പറയാ എന്താണ് ഈ ഒരു സിലബസ് കൊണ്ട് PSC ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. നമ്മൾ ഒരു എന്ത് കാര്യം പഠിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അത് ആഴത്തിൽ പഠിക്കുക. ഓക്കെ. അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് പെട്ടെന്ന് തന്നെ കിട്ടും. നമ്മൾ 1 by 1 ആയിട്ട് തോന്നുന്ന പോലെ സബ്ജക്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മൈൻഡിൽ നിൽക്കില്ല. നമ്മൾ കണക്ട് ചെയ്ത് സബ്ജക്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് കറക്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. അതേ ഇന്ത്യൻ ഹിസ്റ്ററി എന്താണ്, കേരളവുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു കറക്റ്റ് എക്സാക്ട് കണക്ഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇനി അതിൽ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി കഴിഞ്ഞു, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു. അപ്പൊ എക്സാക്ട്ലി നമുക്ക് എന്താണ് ഇവിടെ ഒരു ഇന്ത്യ ഡെവലപ്പ് ആയി കഴിഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഇനി നോക്കേണ്ട എന്താണ്, ഇനി നമ്മൾ ജോഗ്രഫിയിലേക്ക് പോവാം. അപ്പൊ ജോഗ്രഫിയിലേക്ക് നോക്കുമ്പോൾ അവിടെ എടുത്ത് പറയുന്നുണ്ട് ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അല്ലെ. ബേസിക്സ് ഓഫ് ജോഗ്രഫി അല്ലെ. ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താ അവർ പറയുന്നത്, എർത്തിന്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്ക്. ദാറ്റ് മീൻസ് ഇവർ അവർ ഉദ്ദേശിക്കുന്നത് വേൾഡ് ജിയോഗ്രഫിയാണ്. ഓക്കെ. അതായത് ഇവിടെ നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ വേൾഡ് ജിയോഗ്രഫി ആണ്. ഓക്കെ. വേൾഡ് ജിയോഗ്രഫി ആണ്. അപ്പൊ ഈ വേൾഡ് ജിയോഗ്രഫി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബുക്സ് ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ NCERT പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ PMFIS എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്. ഞാൻ ബുക്ക് സോഴ്സ് ഒക്കെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പം അങ്ങനെ കുറച്ച് ബുക്കുകൾ ഉണ്ട്. അപ്പൊ അതിലെല്ലാം ഇത് എക്സാക്ട്ലി നമുക്ക് കിട്ടും. അതും വേണ്ട, നമുക്ക് എന്താണ് ചുമ്മാ നെറ്റിൽ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ എർത്ത് സ്ട്രക്ചർ നിങ്ങൾ പഠിക്കാന്ന് വെച്ചോ, നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കും ഇല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എർത്ത് സ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എർത്തിന്റെ സ്ട്രക്ചർ എന്ന് അടിച്ചാൽ മതി. എർത്ത് സ്ട്രക്ചർ. അപ്പോൾ ഒരു ടാഗ് കൂടെ കൊടുക്കുക, എർത്ത് സ്ട്രക്ചർ UPSC. ഇതൊരു ടാഗ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് എക്സാക്ട്ലി UPSCയുടെ നോട്ടുകൾ നിങ്ങൾക്ക് സൈറ്റുകളിലൊക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങളത് വായിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകും. എർത്തിന്റെ സ്ട്രക്ചർ, അതുപോലെ അറ്റ്മോസ്ഫിയർ, അതിന്റെ ലെയേഴ്സ്, ഫോർമേഷൻ, പിന്നെ റോക്കുകൾ എങ്ങനെ ഉണ്ടായി, ഏതൊക്കെയാണ് ഡിഫറെന്റ് ലാൻഡ് ഫോംസ്, ഏതൊക്കെയാണ് പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ 1 by 1 ആയിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഞാനിതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് പറയുന്നില്ല. ഈ ഭാഗങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യാൻ നോക്കി വെക്കുക. അപ്പൊ അതിന്റെ ഒരു എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നു. ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോട്ടൊന്നും ഇല്ലെങ്കിൽ എർത്ത് സ്ട്രക്ചർ എടുക്കുക, ടാഗ് ലൈനായിട്ട് UPSC എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ കറക്റ്റ് എക്സാക്ട്ലി UPSCയുടെ നോട്ട്സ് തന്നെ നിങ്ങൾക്ക് കിട്ടും പല സൈറ്റുകളിൽ നിന്ന്. അപ്പൊ അത് വായിച്ചാൽ മതി. ഓക്കെ. പുസ്തകം ഉള്ളവർ ആ പുസ്തകവും റെഫർ ചെയ്യാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയും കേരളയും ഇവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ ആൻഡ് കേരള. എക്സാക്ട്ലി രണ്ടും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സാമ്യത കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ കേസ് നോക്കുവാണെങ്കിൽ അവിടെ സിസ്റ്റം പഠിക്കാനുണ്ട് അല്ലെ, റിവേഴ്സ് പഠിക്കാനുണ്ട്. അതേ റിവേഴ്സ് തന്നെയാണ് നമുക്ക് കേരളത്തിലും പഠിക്കാനുണ്ട് അല്ലെ, റിവേഴ്സ്. ഇപ്പൊ രണ്ടും തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. അപ്പൊ റിവർ സിസ്റ്റം എന്നുള്ളൊരു ഭാഗമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് ഇന്ത്യയിലെ റിവർ ആണോ, അത് കേരളത്തിലെ റിവർ ആണോ, അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഇപ്പൊ റിവർ സിസ്റ്റം, അപ്പൊ മൊത്തത്തിലുള്ള റിവർ സിസ്റ്റത്തിനെ കുറിച്ചൊരു അനാലിസിസ് ഉണ്ടാക്കുക. ഓക്കെ. അപ്പം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട റിവർ സിസ്റ്റം, നമുക്ക് മെയിൻ റിവർ സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ. മേജർ റിവർ സിസ്റ്റം ഇപ്പൊ സിന്ധു, ഗംഗ, അതുപോലെ ബ്രഹ്മപുത്ര, അതെല്ലാം മേജർ റിവേഴ്സാ. അപ്പൊ ഈ മേജർ റിവേഴ്സ് കേരളത്തിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം മേജർ റിവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് മീഡിയം റിവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മൈനർ റിവേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ കേരളത്തിലൂടെ മേജർ റിവേഴ്സ് ഒന്നും തന്നെ പോകുന്നില്ല, ഇല്ലല്ലോ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇതൊന്നും തന്നെ എന്താണ് കേരളത്തിലേക്ക് ടച്ച് ചെയ്യുന്നില്ല. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്, നോ മേജർ റിവേഴ്സ് ആർ ഫൗണ്ട് ഇൻ കേരള. അത് കറക്റ്റ് അല്ലേ? ആണ്, കറക്റ്റ് ആണ്. അപ്പം ആ രീതിയിലാണ് നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ റിവേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യ, കേരള വേർതിരിക്കരുത്. നമുക്ക് ഒറ്റ ടോപ്പിക് ഉള്ളൂ, ദാറ്റ് ഈസ് റിവർ സിസ്റ്റം. അപ്പൊ ആ രീതിയിൽ വേണം പഠിക്കാൻ. അതുപോലെ തന്നെ മൗണ്ടെയിൻസ് പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ദ മൗണ്ടെയിൻ സിസ്റ്റം എന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ മൗണ്ടെയിൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ഹിമാലയൻ മൗണ്ടെയിൻ സിസ്റ്റം ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ആരവല്ലി ഉണ്ട്, പിന്നെ വെസ്റ്റേൺ ഘട്ട് ഉണ്ട്, ഈസ്റ്റേൺ ഘട്ട് ഉണ്ട്. അപ്പൊ കേരള പെർസ്പെക്റ്റീവ് പഠിക്കുമ്പോൾ നമുക്ക് വെസ്റ്റേൺ ഘട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ. ഹിമാലയ എന്ന് പറയുമ്പോൾ നമുക്ക് കേരളമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതില്ല. അപ്പൊ നിങ്ങൾ ആ രീതിയിലാണ് പഠിക്കേണ്ടത്. പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ രീതിയിലാണ്. അവിടെ ഫീച്ചേഴ്സ് എന്നേ പറയുന്നുള്ളൂ. അത് ഇന്ത്യയിലാണോ കേരളത്തിലാണോ ആ രീതിയിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ മൗണ്ടെയിൻ സിസ്റ്റം, റിവർ സിസ്റ്റം, അതുപോലെ പ്ലാറ്റ്യൂ, പിന്നെ വെജിറ്റേഷൻ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ടോപ്പിക് എന്ന രീതിയിൽ പഠിക്കുക. അല്ലാതെ ഇന്ത്യയിലാണോ കേരളത്തിലാണോ നമ്മൾ നോക്കേണ്ടത് ആവശ്യമില്ല. ഓക്കെ. അങ്ങനെ പഠിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് കൂടുതലായിരിക്കും. അപ്പൊ ഈ ഒരു രീതിയിൽ പഠിക്കുക. അപ്പൊ റിവേഴ്സ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇന്ത്യൻ റിവേഴ്സ്, കേരള റിവേഴ്സ്. ഓക്കെ. അപ്പൊ അതിൽ ഏതൊക്കെ റിവേഴ്സ് ഏതിലൂടെയൊക്കെ പാസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് നോക്കി വെക്കാനായിട്ട്. ഓക്കെ. പിന്നെ കറക്റ്റ് ടോപ്പിക്കുകൾ ഇതിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ നിങ്ങൾ കവർ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, നിങ്ങളുടെ കയ്യിൽ നോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം റിവർ സിസ്റ്റം എന്നെടുക്കുക. ഇപ്പൊ എന്താണ് റിവർ സിസ്റ്റം UPSC അടിച്ചു കഴിഞ്ഞാൽ എക്സാക്ട് റിവറുകൾ കിട്ടും. അതുപോലെ തന്നെ കേരളത്തിലെ ഓരോ റിവറുകളും ഏതെല്ലാം ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, ഇതുപോലെ തന്നെ വെസ്റ്റേൺ ഘട്ടിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവറുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് റിവേഴ്സിന്റെ ഒറിജിനേറ്റ് വരുന്നത്,
അപ്പൊ ആ രീതിയിലാണ് പഠിക്കുക. അപ്പൊ അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റുകൾ പലതും വരുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും റിവേഴ്സും അതിന്റെ ഒറിജിനും ആണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് ഏതെല്ലാം പട്ടണങ്ങളിലൂടെ ഒഴുകി പോകുന്നുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ റിവേഴ്സ് ഒഴുകി പോകുന്നതിന്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻസ് ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ റിവേഴ്സിന്റെ പ്രധാന ഡാമുകൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ പഠിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ വീണ്ടും വീണ്ടും അതിന്റെ റിപ്പീറ്റഡ് ആയിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് എലിമിനേറ്റ് ചെയ്തെങ്കിലും നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, അത് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ റോഡ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ റോഡിന്റെ എവല്യൂഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഇപ്പൊ NH നാഷണൽ ഹൈവേസ്, ഏതെല്ലാം നാഷണൽ ഹൈവേസ് ആണ് ഇപ്പം നിങ്ങൾ കേരളത്തിലൂടെ പാസ് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേസ് ഏതെല്ലാമാണ്. അപ്പൊ ആ രീതിയിൽ വേണം പഠിക്കാൻ. പിന്നെ പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഏതൊക്കെയാണ്. അപ്പൊ നമുക്കറിയാം റോഡ് ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ്. ഇപ്പൊ റിവർ ഉണ്ട്. അപ്പൊ റിവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ നാഷണൽ വാട്ടർ വേസ് പറയാം റിവറിലാണെങ്കിൽ. അപ്പൊ ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട നാഷണൽ വാട്ടർ വേസ്, ഇതൊക്കെ തന്നെയല്ലേ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ അവർ എടുത്ത് പറയുന്നത്. ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ എന്ന് പറയുന്നത്. എയറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇക്വലി അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അത് കൂടുതലും ചോദിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള റോഡും വാട്ടറും തന്നെയാണ്. ഓക്കെ, ഇനി അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നോക്കി അടുത്തത് ലൈഫ് സയൻസ് ആണ്. ഈ ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ പണ്ട് നമ്മുടെ ഒരു പേപ്പർ 1 പഠിച്ച പോലെ അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ചോദിക്കുന്നത്. 10 മാർക്ക് ഉണ്ട് താനും. അപ്പൊ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഹസാർഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ ടോപ്പിക്. അത് ആർക്കും വേണമെങ്കിലും പഠിച്ചെടുക്കാവുന്ന ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ അത്തരം സബ്ജക്റ്റുകൾ നിങ്ങൾ ആദ്യം തീർത്തു വെക്കുക. നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് തീർക്കാവുന്ന സബ്ജക്റ്റുകൾ ആദ്യം തീർക്കുക. അതുപോലെ തന്നെ നോക്കൂ, ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി. ഇതൊക്കെ നമ്മൾ എന്താണ് PSC പഠിക്കുന്ന കാലം തൊട്ടേ പഠിക്കുന്നതാ, ഹ്യൂമൻ ബോഡി അതിന്റെ ബേസിക് ഫാക്ട്സുകൾ എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും, ഇതൊക്കെ നമ്മൾ പേപ്പർ 1 വേണ്ടിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ LDC പഠിക്കുന്ന പിള്ളേരുണ്ട്, അവർക്ക് എന്താണ് ഇത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാം നിങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഊട്ടി ഉറപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ നോക്കുന്നുണ്ടോ, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നില്ല, രോഗങ്ങളും രോഗകാരികളും പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ അത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ 3 കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത്. ഇപ്പൊ കേരള, അതിയുടെ വെൽഫെയർ ആക്ടിവിറ്റീസ്, പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ദെൻ ബേസിക് ഹെൽത്ത് ഫാക്ട്. ഓക്കെ, ഈ ഒരു ഭാഗമാണ് പിന്നെ കുറച്ച് ഒന്ന് ഡൗട്ട് വരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് പഠിക്കുക. അതിനുശേഷം പിന്നെ ബാക്കി ടോപ്പിക്കുകൾ തീർത്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഒരു പുതിയ സബ്ജക്ട് പഠിക്കുന്നതിനേക്കാൾ ബെറ്റർ ആണ് നിങ്ങൾ ആദ്യം പഠിച്ച സബ്ജക്ട് ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ പുതിയതിലേക്ക് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഒരു സംഭവം പഠിക്കാന്ന് വെച്ചോ, അപ്പൊ നിങ്ങൾ പഴയതിന് ഓൾറെഡി പഠിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് റിവൈസ് ചെയ്തിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അപ്പൊ പറയാൻ പറ്റില്ല ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. നിങ്ങൾക്ക് ഇവര് ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഇപ്പൊ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, വൈറ്റമിൻസും ആണെങ്കിൽ എന്താ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ. അപ്പൊ നിങ്ങൾ അത്തരം സബ്ജക്റ്റുകൾക്ക് എന്തായാലും പ്രയോറിറ്റി കൊടുത്തേ പറ്റും. പിന്നെ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, ഇതെല്ലാം അങ്ങനെ 1 by 1 ആയിട്ട് പറയുന്നില്ല, അതിന് സമയമില്ല, അതുകൊണ്ടാണ്. ഫിസിക്സിലെല്ലാം കണ്ടോ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ടോപ്പിക്കുകൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു എന്താ പറയാ ഗട്ട്സ് അനുസരിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് ഫിനിഷ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ലൈറ്റ്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഗ്രാവിറ്റേഷൻ എന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഫോഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോസ് ഓഫ് മോഷൻ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQ റെഫറൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക ഫിസിക്സ്. ഞാൻ കാരണം ഇത് എല്ലാവർക്കും ഒരുപോലെ ഇതെന്താ ഗ്രഹിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്തത് ഫിസിക്സ് ഇന്ന ടോപ്പിക്കുകൾ പഠിക്കണം എന്നുള്ളത്. സെയിം തന്നെയാണ് എനിക്ക് കെമിസ്ട്രിയുടെ കാര്യത്തിലും പറയാനുള്ളത്. ആറ്റംസ് നന്നായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എലമെന്റ്സും അതിന്റെ പ്രോപ്പർട്ടീസും ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഒരു പീരിയോഡിക് ടേബിൾ എടുക്കുമ്പോൾ അതിന്റെ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്താണ് ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ കാര്യത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മെറ്റൽ ആക്ടിവിറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. മെറ്റൽസ് ഏതൊക്കെയാണ്, നോൺ മെറ്റൽസ് ഏതൊക്കെയാണ്, മെറ്റൽ ഓയിഡ്സ് ഏതൊക്കെയാണ് ചോദിക്കുന്നുണ്ട്. ലാന്തനോഡ്സും ആക്ടിനോഡ്സും തമ്മിലുള്ള ഡിഫറൻസുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു പോകും. പിന്നെ ഇവിടെ എടുത്ത് പറയുന്നത് കണ്ടോ, PH കുറിച്ച് പറയുന്നുണ്ട്. PH, അപ്പൊ എന്തായാലും PH കുറിച്ച് നോക്കുമ്പോൾ ആസിഡ് ബേസ് ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പൊ ഫിസിക്സും കെമിസ്ട്രി അതാണ്, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നു, നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, അതിന് കൂടുതൽ സമയം കൊടുക്കണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി ഇവിടെ കണ്ടോ, ഇത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. നിങ്ങൾ ഈ ഒരു സ്ലൈഡിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത് ആകെ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. ഇത് എല്ലാവരുടെ മൈൻഡിലും ഇങ്ങനെയായിരിക്കും. എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് പലർക്കും അറിയില്ല. അപ്പൊ ഈ ഒരു ഭാഗത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുക്കി ഒതുക്കി ചിട്ടയാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് തന്നെ കൊടുക്കണം. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഈയിടെയായിട്ട് PSC ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡിഫൻസ് അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം
അത്തരം കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്യണം. പുതിയ മിസൈൽസുകൾ വന്നാൽ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ കടം കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട മിസൈൽ സിസ്റ്റംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഇൻഡിജിനസ് ആയിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് നോക്കിപ്പോ. പിന്നെ സ്ഥിരം PSC യുടെ സ്ഥിരം ശൈലിയാണ് ഇപ്പോൾ സാഹിത്യകാരന്മാരെ അവരുടെ പ്രധാനപ്പെട്ട രചനകൾ, പുതുതായിട്ട് വന്നിട്ടുള്ള അവാർഡുകൾ, പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ, അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ എക്സാം വരുന്നത് ഏകദേശം ഒരു ഒക്ടോബർ നവംബർ ആ ഒരു മാസമായിരിക്കും. അപ്പൊ അതുവരേക്കുള്ള കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യാം, മസ്റ്റ് ആയിട്ട് നോക്കി വെക്കാം. ഓക്കെ, നമ്മൾ എന്താണ് ഇപ്പൊ LDC ഒക്കെ പഠിക്കുന്നവരായതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് എന്താണ് എക്സാക്ട്ലി കറണ്ട് അഫയേഴ്സിന് 20 മാർക്കിന് ചോദിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ഇവിടെ 15 മാർക്കിനാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലെവലിൽ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെക്കുക. ഇപ്പം ഈ ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് മേ ബി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ചോദിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി, റീസണിങ്, ഇതെല്ലാം എന്താണ് 5 മാർക്കിനാണ്. അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി, റീസണിങ് നോക്കുവാണെങ്കിൽ 5 മാർക്കിനാണ്. സിമ്പിൾ അരിത്തമെറ്റിക് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പൊ മൊത്തം 10 മാർക്കാണ്. ഇതിൽ ഒരു മെന്റൽ എബിലിറ്റി, റീസണിങ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിൽ ഒരിക്കലും ഒരു കോംപ്രമൈസും ഇല്ല. ഇതിൽ 5-ൽ 5 തന്നെ നിങ്ങൾ വാങ്ങണം. ഓക്കെ, പിന്നെ സിമ്പിൾ അരിത്തമെറ്റിക്കിലാണ് ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എത്താൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പൊ അതും എന്ത് ചെയ്യുക, നമ്മൾ സിലബസ് അനുസരിച്ചിട്ട് തന്നെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, അതൊക്കെ നമ്മൾ പ്രിലിംസിന് പഠിച്ചിട്ടുള്ള സെയിം ടോപ്പിക് തന്നെയാണ് നമുക്ക് ചോദിക്കുക. ഓക്കെ, അതായത് ഇപ്പോ റേഷ്യോ, പ്രൊപ്പോർഷൻ, സ്പീഡ് ആൻഡ് ടൈം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, കൃത്യംഗങ്ങൾ, ഇതൊക്കെ തന്നെ ചോദിക്കത്തുള്ളൂ. പക്ഷെ അതിന്റെ ഒരു അഡ്വാൻസ് ലെവലിലേക്കുള്ള ഒരു പഠിത്തം അവിടെ ആവശ്യമാണ്. ഡെയിലി എന്ത് ചെയ്യുക, PYQs ചെയ്താൽ തന്നെ മതിയാവും. ഓക്കെ, മാത്സ് ക്രാക്ക് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷിൽ നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് വൊക്കാബുലറി നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മലയാളം, നമുക്ക് മലയാളം ഇവിടെ കൊടുത്തിട്ടില്ല, അതുകൂടി പഠിക്കാം. മലയാളം, മലയാളത്തിൽ എന്താണ് ഒരു 10 മാർക്കിന് മലയാളം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ PYQs നോക്കണം. പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണ് PSC ചോദിച്ചിട്ടുള്ളത്, അപ്പൊ അതിന്റെ ട്രെൻഡ് എങ്ങനെയാണ് മാറി വരുന്നത് എന്ന് നോക്കുക. അപ്പൊ നമ്മൾ ഇപ്പൊ ജനറൽ ട്രെൻഡ് കാണുന്നത് ഇപ്പൊ മലയാളത്തിലും പോലും എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ രീതിക്ക് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ വിപരീത പദങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ഒറ്റ പദങ്ങൾ പഠിക്കുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് പര്യായ പദങ്ങൾ പഠിക്കുന്നു. അപ്പൊ പര്യായ പദങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ മയിലിന്റെ പര്യായ പദം താഴെ തന്നിരിക്കുന്ന ഏതെല്ലാമാണ്, എന്നിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻ 1, 2, 3. ഓക്കെ, എന്നിട്ട് അവർ കൊടുക്കുകയാണ് ഓപ്ഷൻ A 1 and 2, ഓപ്ഷൻ B 2 and 3, ഓപ്ഷൻ C 1, 2, 3, ഓപ്ഷൻ D none of these. അപ്പൊ ആ രീതിയിലേക്ക് എന്താണ് നമ്മുടെ പഠനം ഒന്നുകൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. മയിലിന്റെ പര്യായം എന്ന് പറയുമ്പോൾ ഇപ്പൊ 4 ഓപ്ഷൻ തരും, അതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ആ രീതിയിലേക്ക് നമ്മുടെ പഠിത്തം കൊണ്ടുപോകാം. അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മുടെ ഒരു പേപ്പർ 1 എന്നൊരു ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, അത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി പേപ്പർ 2ലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ നോക്കൂ, ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവർണൻസ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 100 മാർക്കിനാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കണം. ഇവിടെ നോക്കൂ, ഇന്ത്യൻ പൊളിറ്റി കണ്ടോ, ഇന്ത്യൻ പൊളിറ്റി എത്രയാ, 15 മാർക്കിനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേപ്പർ 1 15 മാർക്കും പേപ്പർ 2 15 മാർക്കുമാണ്. മൊത്തം 30 മാർക്കിനാണ് ഇന്ത്യൻ പൊളിറ്റി ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പഠനത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇന്ത്യൻ പൊളിറ്റിക്ക് തന്നെയാണ്. ദെൻ കംസ് ടു ഇന്ത്യൻ എക്കണോമി 15 മാർക്കാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ് 15 മാർക്കാണ് ചോദിക്കുന്നത്. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ 15 മാർക്കാണ് ചോദിക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് 12 മാർക്കാണ്. ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് 12 മാർക്ക്. അർബൻ ഗവർണൻസും ഗവർണൻസും 8 മാർക്ക് ഈച്ച്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു സിലബസ് അനുസരിച്ച് പ്രയോറിറ്റി കൊടുത്ത് പോയാൽ മതി. നമുക്ക് അതിൽ നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം ഇന്ത്യൻ പൊളിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എവല്യൂഷൻ ഓഫ് ദി ഇന്ത്യൻ പൊളിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ പൊളിറ്റിയുടെ എവല്യൂഷൻ ആണ് പറയുന്നത്. അപ്പൊ ഇത് നോക്കൂ, എക്സാക്ട്ലി നമ്മുടെ പേപ്പർ 1 കണക്ഷൻ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ തന്നെ പൊളിറ്റി അത് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇവിടെ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ആ ഒരു ഇന്ത്യൻ പൊളിറ്റിയുടെ ആ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ചെലുത്തിയ സ്വാധീനമാണ് അവിടെ കാണിക്കുന്നത്. നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണങ്ങൾ മാറിയിട്ട് പിന്നെ എന്താണ് ക്രൗൺ റൂൾ വരുന്നു. പിന്നെ അവർ പതുക്കെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻസ് എല്ലാം പിടിച്ചടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗ്രാജുവൽ എവല്യൂഷൻ ആണ് ഇവിടെ കാണിക്കേണ്ടത്. സോ ഫ്രം 1773 1773 റെഗുലേറ്റിംഗ് ആക്ട് തൊട്ട് 1947 നമുക്ക് ഫ്രീഡം കിട്ടുന്ന വരെയുള്ള ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഗ്രാജുവൽ ആയിട്ട് പറയുന്നത്. സോ അത് എവിടെയാണ് കിട്ടുക, ഈ നമ്മുടെ സ്പെക്ട്രം. ഓക്കെ, മോഡേൺ ഇന്ത്യയുടെ സ്പെക്ട്രത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിയുടെ ലക്ഷ്മികാന്ത് എന്ന് പറഞ്ഞ ബുക്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ബുക്കിന്റെ ലിസ്റ്റ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഏതാ പഠിക്കേണ്ടത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, ഇതൊക്കെ എന്താണ് ആക്ച്വലി നമ്മൾ മോഡേൺ ഇന്ത്യയിൽ പഠിക്കുന്ന സെയിം കാര്യം തന്നെയാണ്.
അപ്പൊ അതിന്റെ ഒരു അഡ്വാൻസ് ലെവലാണ് നമ്മൾ ഇവിടെ ഇന്ത്യൻ പൊളിറ്റിയിൽ പഠിക്കുന്നത്. അപ്പൊ അവിടെ മേജർ ഇവന്റ്സ് ആൻഡ് ലീഡേഴ്സ് ഓഫ് നാഷണൽ മൂവ്മെന്റ് പറയുന്നുണ്ട്. കണ്ടോ, ഇതെല്ലാം എന്താണ് മോഡേൺ ഇന്ത്യയുമായിട്ട് എക്സാക്ട് കണക്ഷൻസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൊളിറ്റിയും മോഡേൺ ഇന്ത്യയും നിങ്ങൾ കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം. പിന്നെ നോക്കൂ, ലോക്കൽ സെൽഫ് ഗവർണൻസ് ഇവിടെയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് പേപ്പറിൽ പറയുന്നുണ്ടല്ലോ പൊളിറ്റിയുടെ സമയത്ത്. ഓക്കെ, അപ്പൊ അത് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നോക്കൂ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കാര്യം പറഞ്ഞു, ആർക്കിടെക്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം പേപ്പർ 1 സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. സോ ഇന്ത്യൻ പൊളിറ്റി വെരി വെരി ഇമ്പോർട്ടന്റ്, അത് ഒരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആണ്, അത് ഒരിക്കലും ഒരു കോംപ്രമൈസും ചെയ്യരുത്. നമുക്ക് ഇന്ത്യൻ എക്കോണമിയിൽ നമ്മൾ ഒരു പ്രിലിംസിന് കണ്ട എക്കോണമിയെ അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രിലിംസിന് നമ്മൾ എന്താ കണ്ടത്, ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ, നാഷണൽ ഇൻകം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ബാങ്കിങ്. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ അല്ല. ഇവിടെ എന്താണ്, കൊളോണിയൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇമ്പാക്റ്റുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഇമ്പാക്ട് ഓഫ് കൊളോണൈസേഷൻ. അപ്പൊ നോക്കി, ഇത് കണക്റ്റഡ് ആണ് അല്ലെ, മോഡേൺ ഇന്ത്യയിലേക്ക് കണക്റ്റഡ് ആണ്, ഇന്ത്യൻ പൊളിറ്റിയിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവാ. ഓക്കെ, ദെൻ കണ്ടീഷൻസ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ ആൻഡ് സൊസൈറ്റി അണ്ടർ കൊളോണിയൽ റൂളിനെ കുറിച്ച് പറയുന്നു. ദെൻ പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ ഡിഫറെന്റ് 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് പറയുന്നു. 5 ഇയർ പ്ലാൻസ് മാറിയിട്ട് നീതി ആയോഗ് വന്നതിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, പിന്നെ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കണോമി ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ് അല്ലെ, നമ്മുടെ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. ഫോർ എക്സാമ്പിൾ ഇപ്പോ നമുക്ക് ചോദിക്കാം, നമ്മുടെ മൈനിങ് ഏത് സെക്ടറാണ്, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇറിഗേഷൻ ഏത് സെക്ടർ ആണെന്ന് ചോദിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ നമ്മുടെ അഗ്രികൾച്ചർ ഏത് സെക്ടർ ആണെന്ന് ചോദിക്കും. ഓക്കെ, ദെൻ സർവീസ് സെക്ടറിൽ ഏതെല്ലാം ഉൾപ്പെടുന്നുണ്ടെന്ന് ചോദിക്കും. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, സെക്ടറുകളും അതിലുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതകളും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടറിനെ കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, പിന്നെ ബാക്കിയുള്ള നോക്കുവാണെങ്കിൽ കണ്ടോ, സൊസൈറ്റി അണ്ടർ കൊളോണിയൽ റൂൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ് പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ളത് നോക്കുക. അപ്പൊ ഇന്ത്യൻ എക്കണോമി അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റി കണക്റ്റഡ് ആണ്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയും കണക്റ്റഡ് ആണ്. ഇത് കണക്റ്റഡ് സബ്ജക്ട് ആണ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. അല്ലാതെ ഇതൊന്നും ഡിഫറെന്റ് സബ്ജക്റ്റേ അല്ല, അവിടെ പഠിക്കുന്നത് തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻ എക്കണോമിയിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ സൊസൈറ്റി അണ്ടർ കൊളോണിയൽ റൂൾ എന്നൊരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇപ്പം ആ സമയത്ത് നിലനിന്നിരുന്ന സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുണ്ട്, റവന്യൂ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്, ജമീന്ദാരി സിസ്റ്റം അല്ലെ, അതുപോലെ തന്നെ മഹൽവാരി സിസ്റ്റം, റയത്ത്വാരി സിസ്റ്റം. അത് എക്കണോമിയിലാണ് പഠിക്കുന്നത്. പക്ഷെ എന്താണ് ഇൻ എഫക്ട്, അത് നമുക്ക് മോഡേൺ ഇന്ത്യയിലുള്ള കാര്യമാണല്ലോ. ഓക്കെ, അപ്പൊ ആ ഒരു കണക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. റൂറൽ ഡെവലപ്മെന്റ്, റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഒരു റൂറൽ റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, റൂറൽ ഏരിയയുടെ ഒരു എക്സാക്ട് ഡെഫിനിഷൻ എന്താണ്? ഇപ്പൊ യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ പോലെയുള്ള വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ എന്താണ് റൂറൽ ദ കൺസെപ്റ്റ് ഓഫ് റൂറൽ എന്നൊരു സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ കൺസെപ്റ്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഡെഫിനേഷൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് റൂറൽ ഡെവലപ്മെന്റ്? സോ വാട്ട് ഈസ് ഡെവലപ്മെന്റ്? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഏരിയയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം ഉൾക്കൊള്ളണം. ഓക്കെ, അപ്പം ഗ്രോത്തും ഉണ്ട്, ഡെവലപ്മെന്റും ഉണ്ട്. അപ്പൊ എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ GDP കൂടിയാൽ അത് ഗ്രോത്താണ്. എന്നാൽ ഡെവലപ്മെന്റ് ആയോ? ഇല്ല. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ, GDP കൂടുന്നതിനൊപ്പം തന്നെ ആ ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോ ആളുകളും ഇൻഡിവിജ്വലി ഡെവലപ്പ് ആവണം അല്ലെ. ഇപ്പം എനിക്കിപ്പോ ബേസിക് എഡ്യൂക്കേഷൻ കിട്ടണം, എനിക്ക് വേണ്ട ബേസിക് ഫുഡ് കിട്ടണം. അപ്പൊ എനിക്ക് ബേസിക് നീഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുമ്പോഴേ എന്നെ പോവർട്ടിയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്താ, ഞാനും എന്റെ ഫാമിലിയും എന്താണ് അവിടെ ഡെവലപ്ഡ് ആയി. സിമിലർലി നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയും ഡെവലപ്ഡ് ആവും. അങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരും ഒരുപോലെ ആവുന്ന ആ ഒരു കാഴ്ചപ്പാടിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ വെറുതെ നമ്മളൊരു ബിൽഡിംഗ് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ അവിടെ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുത്തു. അപ്പൊ എന്താണ്, അവരുടെ കണ്ടീഷൻസ് കൂടി. അപ്പൊ അങ്ങനെ എന്താ, ഗ്രാജുവലി നമ്മൾ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോ ഡെവലപ്പിംഗ് നേഷൻ ആണ്. അമേരിക്കയെ പോലുള്ള ആളുകൾ എന്താ, ഡെവലപ്ഡ് നേഷൻസ് ആണ്. കാരണം എന്താ, അവരുടെ ലൈഫ് സ്റ്റൈലും പാറ്റേൺസും എന്താണ്, ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. നമ്മൾ ആ ഒരു സ്റ്റാറ്റസിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ ദാറ്റ്സ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കണം. അപ്പൊ അങ്ങനെ ഇന്ത്യനെ ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകളും ഇനീഷ്യേറ്റീവ്സും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിന് അവര് കറക്റ്റ് ആയിട്ട് സിലബസ് ക്ലാസിഫൈ ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ, ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രീ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു ആ കാര്യങ്ങൾ എന്നുള്ളത് പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ 2 വ്യക്തികളെ ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത്. മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുന്നു, രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് പറയുന്നുണ്ട്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഇപ്പൊ ശാന്തി നികേതൻ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ എന്താ പറയാ കൺസെപ്റ്റ് ഓഫ് പഞ്ചായത്തി രാജ് എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്താണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മേജർ റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്
ഡ്യൂറിങ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. അപ്പൊ പ്രീ ഇൻഡിപെൻഡൻസും പഠിക്കണം, അതോടൊപ്പം തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസും പഠിക്കണം. അതിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെ, CDP നെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ നാഷണൽ എക്സ്റ്റൻഷൻ സ്കീമിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കാനുണ്ട്, എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കാനുണ്ട്, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നു. ദെൻ MGNREGA മകൻരേഗ സ്കീം, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ എടുത്തെടുത്ത് പറയുന്നുണ്ട് എന്തെല്ലാം സ്കീമാണ് ഇവിടെ പഠിക്കേണ്ടത് എന്നുള്ളത്. സോ നിങ്ങൾ അത് ചെയ്ത് പഠിച്ചാൽ മതി. ഇവിടെ നിങ്ങൾക്ക് NCERT ടെക്സ്റ്റുകൾ യൂസ് ചെയ്യാം, ഇഗ്നുവിന്റെ മെറ്റീരിയൽസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ആ പുസ്തകങ്ങളിൽ അടിവരായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ മകൻരേഗ സ്കീമിലൊക്കെ ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ അറിയാലോ, ഇന്ത്യ ഡിജിറ്റൽ ആക്കാൻ പോവാണ്. അപ്പം ഈ ഒരു ഡിജിറ്റൽ ഇന്ത്യയിൽ ആ ഡിജിറ്റൽ ടെക്നോളജി നമ്മുടെ മകൻരേഗ സ്കീമുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഓർഡർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഇപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്താണ് ജോലി എടുക്കാൻ ആളുകൾ വരുന്നു. അപ്പൊ എത്ര ആളുകൾ വരുന്നുണ്ട്, ഓക്കെ, എത്ര ജോലി ചെയ്തു, ഇതെല്ലാം എന്താണ് ഡിജിറ്റൽ റെക്കോർഡ് പോലെ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, അവരുടെ സാലറി കാര്യങ്ങൾ ഡിജിറ്റൽ ആക്കുക, ഇതൊക്കെയാണ് അവരോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ് ഇപ്പം കറണ്ട് അഫയേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, കാരണം ഇപ്പം ഈ ബുക്കുകൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഇഗ്നോയുടെ മെറ്റീരിയൽ ആയാലും തിയറ്റിക് ആയാലും കുറച്ച് പഴയതാണല്ലേ. അപ്പൊ നോക്കുമ്പോൾ കറണ്ട് ഡെവലപ്മെന്റ് കൂടെ അതുമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി അതിൽ നോക്കൂ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെക്ടേഴ്സ് ആയാലും ഡ്രിങ്കിങ് വാട്ടർ, റൂറൽ കണക്ടിവിറ്റി, റോൾ ഓഫ് ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ റൂറൽ ഡെവലപ്മെന്റ്. അപ്പൊ ഈ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ നമ്മളൊക്കെ ജോലി ചെയ്യാൻ പോകുന്നത് അവിടേക്കാണ് അല്ലെ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. അപ്പൊ ഇവർക്കാണ് അവിടെ പ്രൈം പ്രയോറിറ്റി, അവരാണ് അവരുടെ ഏരിയയിലെ ഡെവലപ്പ് ചെയ്യിക്കേണ്ടത്. അപ്പൊ അവരുടെ റോളിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻ വരും, നോക്കി വെക്കുക. പക്ഷെ സിമ്പിൾ ആണ്, നമ്മൾ ഈ ഒരു സിലബസ് കണ്ട് പേടിക്കുകയേ വേണ്ട. കറക്റ്റ് എക്സാക്ട് ആയിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട്, അതിന്റെ സോഴ്സസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. സോ നിങ്ങൾ ആ രീതിയിൽ പഠിച്ചു പോയാൽ മാത്രം മതി. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും, അത് കറക്റ്റ് ആയിട്ട് നോക്കുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കറക്റ്റ് ക്ലാസ്സസും നമ്മൾ തരും. അപ്പൊ ക്ലാസ് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകാനും ശ്രമിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോ വാട്ട് ഈസ് ഡീസെൻട്രലൈസേഷൻ? സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ആ ഒരു സമയത്താണ് സെൻട്രലൈസേഷൻ കൊണ്ടുവന്നിരുന്നത് അല്ലെ. ഏകദേശം നമ്മുടെ ഒരു 70-73 കൂടി നമ്മൾ കണ്ടത് സെൻട്രലൈസേഷൻ ആണ്. 1833 ആയ സമയത്ത് ആ ഒരു സെൻട്രലൈസേഷൻ പീക്ക് പോയിന്റിലായിരുന്നു. പിന്നീട് ഒരു 1861 കാലഘട്ടങ്ങളാണ് ഇത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഡീസെൻട്രലൈസേഷന്റെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വൺ അതോറിറ്റി ഉണ്ടാവത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യനെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു യൂണിയൻ ഗവൺമെന്റ് ഉണ്ടല്ലോ, അവർ മാത്രമാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് സെൻട്രലൈസേഷൻ ആണ്, ഒരു സെൻട്രൽ അതോറിറ്റി മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ്സ് ഉണ്ട്, സ്റ്റേറ്റിന്റെ അണ്ടറിൽ എന്താണ് സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് കൺസെപ്റ്റ് ആണ് എങ്കിൽ പോലും നമുക്ക് എന്താണ് അവിടെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സിസ്റ്റംസും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഡീസെൻട്രലൈസേഷൻ, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ സാധ്യമാക്കിയത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇന്ത്യ, അതുപോലെ തന്നെ എന്താണ് യൂണിയൻ ഗവൺമെന്റ്, ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതിന്റെ തരം ലോക്കൽ ഗവൺമെന്റ്, അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു പവർ ഡിവിഷനെയാണ് നമ്മളിവിടെ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജനാധിപത്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, അതൊരു ഡീസെൻട്രലൈസ്ഡ് മോഡിലായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടെ പറയാൻ പറ്റുള്ളൂ അല്ലെ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിൽ ഒരു യൂണിയൻ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ താമസിക്കുന്ന എവിടെയാണ്? ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന ഒരു വില്ലേജ്, ഓക്കെ, ഏതെങ്കിലും ഒരു എന്താ പറയാ റൂറൽ ഏരിയ ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ റിമോട്ട് ഏരിയ. അപ്പൊ അവിടെയുള്ള നിങ്ങളുടെ കാര്യം നോക്കാൻ പ്രധാനമന്ത്രിക്ക് നേരിട്ട് വരാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടല്ലേ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, അവിടെ ആദ്യം നിങ്ങളുടെ പഞ്ചായത്തിൽ പോയിട്ട് പഞ്ചായത്ത് മെമ്പറിനോട് കാര്യം പറയുന്നു, അല്ലെങ്കിൽ അതായത് വില്ലേജ് പോയിട്ട് കാര്യം പറഞ്ഞു. പിന്നെ എന്താണ്, പഞ്ചായത്ത് സെക്രട്ടറിമാരുണ്ടായിരിക്കും, അവരെടുത്ത് പറയുന്നു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ആ ഡെവലപ്മെന്റ് പെട്ടെന്ന് സാധ്യമാക്കാൻ പറ്റും. ഓക്കെ, നേരെ മറിച്ച് എന്താണ്, ഒരു കംപ്ലീറ്റ് ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ആണെങ്കിൽ ഇത് പറ്റുമോ? ഇല്ല. അവിടെ ഏറ്റവും ടോപ്പിലുള്ള ആളുകളടുത്ത് നമുക്ക് അധികം കോൺടാക്ട് വരത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഗാന്ധിജിയെ പോലുള്ള ആളുകൾ പറഞ്ഞു വെച്ചതും. ഓക്കെ, അങ്ങനെയാണ് പതുക്കെ നമുക്കൊരു ഡീസെൻട്രലൈസേഷൻ എന്നൊരു കൺസെപ്റ്റ് വരാനും തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഡീസെൻട്രലൈസേഷൻ എന്നൊരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് വന്നത്? അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് ഇവർ പറയുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിയേ, അറ്റംപ്റ്റ്സ് ടുവാർഡ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻസ് ഇൻ ഇന്ത്യ. കണ്ടോ?
അപ്പൊ നോക്കിയാൽ നമ്മുടെ സിലബസ് കറക്റ്റാ. അപ്പൊ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. എന്താണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളത് പറഞ്ഞു. നമുക്ക് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത സമയത്ത് ആ സാധനം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ് പതുക്കെ നമ്മൾ ഗ്രാജുവലി അത് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ എങ്ങനെ എന്തെല്ലാം അറ്റംപ്റ്റിലൂടെയാണ് നമ്മളത് നേടിയെടുത്തത്. അപ്പൊ അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, ഗാന്ധിജിയുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം അല്ലെ. അപ്പൊ പഞ്ചായത്ത് രാജ് സിസ്റ്റം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കൂ എങ്ങനെയാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ വന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ രാജഭരണം ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ വേദ കാലഘട്ടം പറയുന്നുണ്ട്. അപ്പൊ അവിടെ വേദിക് ഏജ് തൊട്ടാണ് എക്സാക്ട്ലി നമുക്കൊരു എന്താ പറയാ ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു സഭ സമിതി പോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ആദ്യത്തെ പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്നും പറയപ്പെടുന്നു. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മുടെ മൗര്യ കാലഘട്ടം വരുന്നുണ്ട്. ഓക്കെ, മൗര്യ ഡൈനാസ്റ്റി, ദെൻ കമ്മിങ് ടു ദ ഗുപ്ത ഡൈനാസ്റ്റി, ദെൻ ചോല, ചേര, പാണ്ഡ്യ. ആ ഒരു സമയത്തെല്ലാം നമുക്ക് എന്താണ് ഇതുപോലെ പഞ്ചായത്തി രാജ് സിസ്റ്റംസ് എല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം വേറെ വേറെ പേരുകളാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അവിടെയെല്ലാം എന്താണ് ഇതുപോലെയുള്ള ഗ്രാമമുഖ്യന്മാരും തലവന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് അവരുടെ ഏരിയ ഡെവലപ്പ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഗ്രാജുവലി പിന്നെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു. പിന്നീട് എന്ത് ചെയ്തു, പിന്നെ നമ്മുടെ മുഗൾസ് വരുന്നു അല്ലെ, അതിൽ ഡൽഹി സുൽത്താൻസ് വരുന്നു, പിന്നെ മുഗൾസ് വരുന്നു, അതോടൊപ്പം തന്നെ ബ്രിട്ടീഷേഴ്സ് വരുന്നു, പിന്നെ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നു. അപ്പൊ അതിനുശേഷം എന്താണ് സംഭവിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ആക്ച്വലി, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്രാജുവൽ എവല്യൂഷൻ ആണ് ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ളത്. സോ അവിടെ നോക്കൂ പഞ്ചായത്ത് രാജ് സിസ്റ്റംസ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. അപ്പൊ എക്സാക്ട്ലി ആൻഷ്യന്റ് ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു, പിന്നെ അവിടുന്ന് എങ്ങനെയാണ് അത് ഇവോൾവ് ചെയ്ത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു പഞ്ചായത്ത് രാജിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ 73rd 74th അമെന്റ്മെന്റ് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചത്, അതാണ് പറയുന്നത്. അപ്പൊ അതാണ് അടുത്ത പഠിക്കാനുള്ളത്. നോക്കൂ, മേജർ ലെജിസ്ലേഷൻസ് ഫോർ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ അല്ലെ. മേജർ ലെജിസ്ലേഷൻസ് എന്തൊക്കെയാണ്, ദെൻ ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്സ്. ഇപ്പൊ ഞാൻ രണ്ടെണ്ണം പറഞ്ഞില്ലേ, 74th അല്ലെ, 73rd 74th കണ്ടോ. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്സ് ഫോർ ഡീസെൻട്രലൈസേഷൻ, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇപ്പൊ 73rd അമെന്റ്മെന്റിലൂടെ എന്തെല്ലാം കൊണ്ടുവന്നു, 74th അമെന്റ്മെന്റിലൂടെ എന്തെല്ലാം കൊണ്ടുവന്നു. ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് NCERT ടെക്സ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ, എക്സാക്ട് ഓർഡറിൽ തന്നെ പറയുന്നുണ്ട്. ദെൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അർബൻ ലോക്കൽ ഗവൺമെന്റ്സ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടതാണ്. കാരണം നിങ്ങൾ ഇപ്പൊ പഞ്ചായത്ത് സെക്രട്ടറി ആവേണ്ട ആളാണ്. അപ്പൊ അങ്ങനെ അവിടെ പോകുന്ന സമയത്ത് ആ ഒരു എക്സാക്ട്ലി അതിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയണം അല്ലെ. എന്താണ് എന്റെ പഞ്ചായത്തിൽ എങ്ങനെയായിരിക്കണം, അതിന്റെ മേലുള്ള അധികാരി ആരാണ്, അങ്ങനെയുള്ള ഒരു എക്സാക്ട് സ്ട്രക്ചർ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ദെൻ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇപ്പൊ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, അപ്പൊ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമുക്കൊരു ഡെവലപ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ ആദ്യം നമ്മൾ പ്ലാൻ ഇടണം അല്ലെ. ഇപ്പൊ നിങ്ങളൊരു ട്രിപ്പ് പോവാണെന്ന് വെച്ചോ, ടൂർ പോവാണെന്ന് വെച്ചോ. ടൂർ പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം പ്ലാൻ ഇടും അല്ലെ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം. ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ എവിടെ നിർത്തും, ഓക്കെ, നമ്മൾ ഫോട്ടോ എടുക്കാൻ എവിടെ നിർത്തും, ഓക്കെ, നമ്മൾ ചില്ല് ചെയ്യാൻ എവിടെ നിർത്തും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മളത് ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടേ ടൂർ പോകുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യമൊക്കെ പിന്നെ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പ്ലാനിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് തന്നെയാണല്ലോ നമ്മുടെ 5 ഇയർ പ്ലാൻസിൽ നമ്മൾ കണ്ടത്. പ്ലാനിംഗ് ഒക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷെ ചില പ്ലാനിലൊക്കെ എന്താണ് കുറച്ച് അപാകതകൾ ഉണ്ടായിരുന്നു. സോ ഗ്രോത്ത് റേറ്റ് താഴെ പോയി അല്ലെ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ ആ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനെ കുറിച്ച് എന്ത് ചെയ്യുക, നമ്മളൊന്ന് പഠിച്ചു വെക്കുക. പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കേരള പെർസ്പെക്റ്റീവ് എടുത്ത് പറയുന്നുണ്ട്. കാരണം നമ്മൾ ജോലി ചെയ്യുന്നത് എവിടെയാണ്, കേരളത്തിലാണ് അല്ലെ. അപ്പൊ കേരളത്തിനെ കുറിച്ച് നമുക്ക് ഐഡിയ വേണം. സോ പ്ലാനിങ് ക്യാമ്പയിൻസ് ഇൻ കേരള എടുത്ത് പറയുന്നു. അതിൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് പ്രോസസ് ഫോളോഡ് ഇൻ കേരള പറയുന്നു. ദെൻ അതിൽ തന്നെ ഗ്രാമസഭ എന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്, റോൾ ഓഫ് ഗ്രാമസഭ. അതായത് ഇത്തരത്തിലുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ ഗ്രാമസഭയുടെ റോൾ എന്താണ് എന്നുള്ളത് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫംഗ്ഷൻസ് ഓഫ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിനെ കുറിച്ച് നമുക്കിവിടെ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെക്ടോറൽ പ്ലാൻസ്, അതിൽ സ്പെഷ്യൽ പ്ലാനുകളെ കുറിച്ച് പറയുന്നുണ്ട്, ട്രൈബൽ പ്ലാൻസുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ് അച്ചീവ്മെന്റ്സ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഇൻ കേരള. അപ്പം ഇത്തരത്തിലുള്ള പ്ലാനിങ്ങുകൾ കാരണം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അച്ചീവ്മെന്റ്സുകൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അത് 12 മാർക്കിലാണ്, എന്നാലും നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെന്താണ് കൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്നൊക്കെ പറയും അല്ലെ. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ഡെവലപ്മെന്റിനാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് മാത്രം ഡെവലപ്മെന്റ് ഉണ്ടായാൽ മതിയോ, നിങ്ങൾക്കും വേണ്ടേ. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് UN കുറെ ഗോളുകളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഒരു 17ഓളം ഗോളുകൾ അതിൽ പറയുന്നുണ്ട്. സോ ആ ഗോളുകൾ വളരെ നീറ്റായിട്ട് തന്നെ പഠിച്ചു വെക്കാം. പിന്നെ അതുപോലെ തന്നെ നോക്കൂ, ജെൻഡർ കൺസേൺസ് ഇൻ ഡെവലപ്മെന്റ് അല്ലെ. അറിയാം, ഡെവലപ്മെന്റിന്റെ സമയത്ത് നമ്മുടെ ആൺ പെൺ വ്യത്യാസങ്ങൾ കാണിക്കാൻ പാടില്ല ഒരിക്കലും, സത്യം പറഞ്ഞാൽ. അപ്പൊ ആ ഒരു സമയത്ത് നോക്കുവാണെങ്കിൽ ഈ ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ മെൻസിന് നല്ല ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വുമൻസിന് ഡെവലപ്മെന്റ് കുറയുക. ഇപ്പൊ ജോലി സ്ഥലങ്ങളിലായാലും അല്ലെങ്കിൽ സ്പോർട്സ് മേഖലകളിലായാലും എല്ലാ മേഖലകളിലും എന്താണ് മെന്നിന് അഡ്വാൻറ്റേജ് വുമണിന് അഡ്വാൻറ്റേജ് ഇല്ലാതിരിക്കുക, അങ്ങനെ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ആശയം അവിടെ എക്സാക്ട്ലി നമുക്ക് നടപ്പാക്കാൻ പറ്റത്തില്ല. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ജെൻഡർ ഇക്വിറ്റി അവിടെ കൊണ്ടുവരണം.
then what is the difference between equity and equality? Equality എന്താണ് വ്യത്യാസം? അത് നിങ്ങൾ നോക്കണം അല്ലെ. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, അവിടെ ഉള്ളവനും ഇല്ലാത്തവനും ഒരേ ട്രീറ്റ്മെന്റ് ആണ്. ദാറ്റ് ഇസ് ഇക്വാലിറ്റി. then what is equity? Equity എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാത്തവന് കൂടുതൽ കൊടുത്തുകൊണ്ട് ഉള്ളവന്റെ ഒപ്പം എത്തിക്കുക. അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ജെൻഡർ ഇക്വിറ്റി ആണ് ആവശ്യം എന്ന് പറയുന്നു. then അതിന് അവിടെ ജെൻഡർ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് അല്ലെ. ഇല്ലാത്തവനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ സാധ്യമാക്കേണ്ടത്. ദാറ്റ് ഈസ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്. ദെൻ പോവർട്ടി അലിവിയേഷനെ കുറിച്ച് പറയുന്നു. എങ്ങനെയൊക്കെ പോവർട്ടി നമുക്ക് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോവർട്ടി നമുക്ക് ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വെൽഫെയർ സ്കീമുകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെ കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആണ്. ഓക്കെ, ദെൻ വുമൺ എംപവർമെന്റിനെ കുറിച്ച് പറയുന്നു. സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നു. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി കേരള പേഴ്സ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ റൂറൽ എക്കോണമി ഇൻ ഇന്ത്യ പറയുന്നു. അതുപോലെ തന്നെ കേരള രണ്ടും പഠിക്കണം. ഓക്കെ, ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ്, റൂറൽ എന്റർപ്രൈസസ്, റൂറൽ ഡാറ്റാ ബേസസ് ഫോർ ഡെവലപ്മെന്റ് പ്ലാനിങ്. കണ്ടോ, ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ എന്താ, നമുക്ക് കേരള വെബ്സൈറ്റുകൾ നോക്കാം, ഇന്ത്യയുടെ വെബ്സൈറ്റുകൾ നോക്കാം. ഓക്കെ, PIB നോട്ടുകൾ റെഫർ ചെയ്യാം, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. ഇതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ അർബൻ ഗവർണൻസ് സെയിം സ്ട്രക്ചർ തന്നെയാണ് അർബൻ ഗവർണൻസ് നമുക്ക് കാണുന്നത്. ഒന്ന് നമ്മൾ റൂറൽ ആണ് പഠിച്ചെങ്കിൽ അതേ കാര്യം തന്നെ നമ്മൾ അർബനിലും പഠിക്കണം. അതായത് അർബനൈസേഷൻ എങ്ങനെയാണ് ഇന്ത്യയിൽ അർബനൈസേഷൻ എന്നൊരു ട്രെൻഡ് വന്നത് നമുക്കറിയാം. എന്താണ് നമ്മുടെ ഒരു ഗ്ലോബലൈസേഷൻ. ഓക്കെ, നമ്മുടെ ന്യൂ എക്കണോമി പോളിസി പറയുന്നുണ്ട്, അതിൽ ഗ്ലോബലൈസേഷൻ ഒക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് അറ്റാച്ച്ഡ് ആയി. ഓക്കെ, അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി റൂറൽ എന്നൊരു കൺസെപ്റ്റിൽ നിന്നും പതുക്കെ പതുക്കെ അർബൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ എമർജൻസ് ഓഫ് അർബനൈസേഷൻ, അതോടൊപ്പം തന്നെ അർബനൈസേഷൻ കാരണം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതുപോലെ തന്നെ എന്താണ് അർബൻ ഡെവലപ്മെന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അർബൻ ഗവർണൻസിനെ കുറിച്ച് പറയുന്നു, അർബൻ സിറ്റിസൺസിനെ കുറിച്ച്, അവിടുത്തെ സർവീസ്, അമ്യൂണിറ്റീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കണം. ദെൻ ഫൈനലി പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് അർബൻ ഗവർണൻസ്. ഒരു ഗുഡ് അർബൻ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. വൺ ബൈ വൺ ആയിട്ട് പറയാത്തത് നിങ്ങൾക്ക് ബോർ അടിക്കും, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയാത്തത്. ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഉണ്ടാക്കിയെടുക്കും. പിന്നെ അതുപോലെ തന്നെ നോക്കി ഇ ഗവർണൻസ് നമ്മൾ പണ്ടേ പഠിച്ചതാണ് കുറെ കാര്യങ്ങൾ, എന്നാലും ഒന്നും കൂടി അത് ഊട്ടിയുറപ്പിക്കുക. എന്താണ് ഇ ഗവർണൻസ് എന്നുള്ളത് നോക്കുക. ദെൻ കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ലോക്കൽ ഗവർണൻസ്, ദെൻ മേജർ ഇ ഗവർണൻസ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഗവർണൻസ്, ദെൻ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഡെസിഷൻ സപ്പോർട്ട് സിസ്റ്റം. വെരി ഗുഡ്. അപ്പൊ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ഡെസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അപ്പൊ ഡെസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചോദിക്കും. ഓക്കെ, ഡെസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കി ഇ ഗവർണൻസ്. അപ്പൊ ഇ ഗവർണൻസ് നമ്മൾ പ്രിലിംസിനൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഏറെക്കുറെ, പക്ഷെ അതിന്റെ ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു ഇ ഗവർണൻസിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സാക്ട്ലി നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ PSC പറയുന്നുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ കറക്റ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല, ഇതിന്റെ പുറമേയും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി സോ നമ്മൾ ഇപ്പം എക്സാക്ട്ലി നമ്മുടെ സിലബസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകളും നോക്കി വെക്കാം. അപ്പൊ ഇഗ്നുവിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കേണ്ടത് അതിൽ യൂണിറ്റ് 2ഉം അതുപോലെ തന്നെ എന്താണ് യൂണിറ്റ് 50 ഒന്ന് നോക്കി വെക്കുക അല്ലെ. ഈ രണ്ടും യൂണിറ്റ് 15 ഒന്ന് നോക്കി വെക്കാം. യൂണിറ്റ് 2 എന്താ, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ എക്സ്റ്റൻഷൻസ് ഇൻ ഇന്ത്യ. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് ആ റൂറലിന്റെ ഡെവലപ്മെന്റിന്റെ മാപ്പ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പഞ്ചായത്ത് രാജ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. ഈ ഒരു 2 ചാപ്റ്റേഴ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ വായിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ക്ലാസ് 6 തൊട്ടിട്ട് 12 വരെയുള്ള എല്ലാ NCERT മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കണം. ഓക്കെ, അതിൽ തന്നെ സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കുക എക്കണോമി, പൊളിറ്റി, ജിയോഗ്രഫി, സയൻസ്, ഹിസ്റ്ററി. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NCERT ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ചുമ്മാ അടിച്ചു കൊടുത്താൽ മതി ഗാന്ധിയൻ സ്റ്റഡീസ് എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതിലാണ് നമ്മുടെ ഈ ഒരു റൂറൽ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എക്സാക്ട് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് പഠിക്കട്ടോ, ഗാന്ധിയൻ സ്റ്റഡീസ്. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ അഡ്വാൻസ്ഡ് ബുക്ക്, ഇതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അഡ്വാൻസ്ഡ് ബുക്ക് ഏതൊക്കെയാന്നുള്ളത് പൊളിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ലക്ഷ്മികാന്ത് എന്ന് പറഞ്ഞ ബുക്കാണ് റെഫർ ചെയ്യേണ്ടത്. എക്കണോമിക്ക് വേണ്ടിയിട്ട് നിതിൻ സിൻഹാനിയാണ് റെഫർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ജിയോഗ്രഫിക്ക് PMF IAS നിങ്ങൾക്ക് റെഫർ ചെയ്യാം. കേരള ഹിസ്റ്ററിക്ക് ശ്രീധരൻ മേനോൻ സാറിന്റെ ബുക്ക് റെഫർ ചെയ്യാം. ഇന്ത്യൻ ഹിസ്റ്ററിക്ക് സ്പെക്ട്രം എന്ന് പറഞ്ഞ ബുക്കാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, നോക്കി വെക്കുക. അതുപോലെ ഈ ബുക്കുകളും നിങ്ങൾ ഈ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പരമാവധി അത് വായിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്കിപ്പം നമ്മുടെ LSCS മെയിൻസിന്റെ കോഴ്സ്
നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, LSS മെയിൻസ് ഫോക്കസ് ബാച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ച് എന്താണ് ഈ ഒരു കോഴ്സിന് ഇപ്പൊ ഫീസ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് നമ്മളത് ഫ്രീ ആയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ എന്താണ് നമുക്ക് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് നമ്മളിപ്പോ ഫീസ് ഇല്ല. ഓക്കെ, അപ്പൊ ഫീസ് ഇല്ല, ഫ്രീ ആയിട്ടാണ് നമ്മുടെ ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഫ്രീ ആണ്, ഫ്രീ ബാച്ച് ആണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ തീർക്കാം. പിന്നെ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാനും അതോടൊപ്പം തന്നെ എന്താണ് നമുക്ക് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും അത് പരിഹരിച്ച് തരാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ഒരു സപ്പോർട്ട് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എന്താ പറയാ പ്രൊജക്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ മാക്സിമം അതിൽ ഉൾപ്പെടുത്താം. പിന്നെ ഞാൻ എല്ലാവരും ഒന്നും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നില്ല. എവിടെയും ഒരു കോഴ്സ് ഒന്നും എടുക്കാത്ത, ഓക്കെ, ഇതുവരെ എന്ത് പഠിക്കണം, ഒന്നും എന്താണ് ഇനി ചെയ്യേണ്ടത്, അങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രീ സേവനം എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മാക്സിമം നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക. ഇനി ഇപ്പൊ എവിടെയെങ്കിലും അഡ്മിഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേർന്നിട്ടുണ്ട്, അപ്പൊ കറക്റ്റ് എക്സാക്ട് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ പോകുന്നവരെ ഈ ഒരു ബാച്ചിൽ ചേരാൻ ഒരിക്കലും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഓൾറെഡി നല്ല ട്രാക്കിലാണ് പോകുന്നത്. പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒരു എക്സ്ട്രാ നമ്മുടെ സാധനം ഒരു ഇതും കൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് അതുമില്ല ഇതുമില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടതായിട്ടില്ല. അപ്പൊ നിങ്ങൾ വേറെ ബാച്ചിലൊക്കെ കോഴ്സസ് എടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അത് തന്നെ തുടർന്ന് ഫോളോ ചെയ്യുക. ഇനിയിപ്പോ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും എടുക്കുന്നില്ല, ഞാൻ ഇപ്പം അതിന് സമയമില്ല, ഞാൻ സ്വന്തമായിട്ടാണ് പഠിക്കുന്നത്, അങ്ങനെയുള്ളവർക്കാണെങ്കിലും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് അഡ്വൈസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പോയാൽ മതി. ഇനി സ്വന്തമായിട്ട് പഠിക്കുന്നവരിൽ പഠിക്കാൻ ഞങ്ങൾ ആരും ഇതിലേക്ക് പുഷ് ചെയ്ത് ഇതിലേക്ക് വരുന്നില്ല, പുൾ ചെയ്യുന്നില്ല, ഞങ്ങൾ ആരും ഇതിലേക്ക് പുൾ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഇനി എങ്ങനെയാണ് സാറേ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇത് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഐഡിയ പോലും ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, നമ്മുടെ സേവനം മാക്സിമം ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സിലബസ് അടിസ്ഥാനത്തിൽ അത് കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങളിപ്പോ LD ക്ക് പഠിക്കുന്നവരുണ്ടാവും, മറ്റേ PSC എക്സാമുകൾക്ക് ഉണ്ടാവും. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇപ്പൊ 2 എക്സാം പ്രൊമനന്റ് ആയിട്ട് വരുന്നുള്ളൂ, LD ക്ലർക്കും അതുപോലെ തന്നെ നമ്മുടെ LSCS ഉം, പിന്നെ അതുപോലെ SI പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങളില്ലേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തോണിയിൽ കാലിടാതെ ഏതെങ്കിലും ഒരെണ്ണത്തിന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു LSCS എക്സാമിൽ നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കുക, ഈ മെയിൻസ് എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സിലബസ് ആണ്. തൊട്ടപ്പുറത്ത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ LD ക്ക് പഠിക്കുന്ന പിള്ളേരായിരിക്കും. ഓക്കെ, അപ്പൊ LD ഓൾറെഡി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അവസാന ഘട്ടത്തിൽ ഒരിക്കലും ആ LD കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു LSCSലേക്ക് വരരുത്. ഓക്കെ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഡിഗ്രേഡ് ചെയ്യുന്നല്ല, ഡീമോട്ടിവേറ്റ് ചെയ്യുന്നല്ല, ഇത് യഥാർത്ഥമാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരിക്കണം. നിങ്ങൾ രണ്ട് തോണിലും കൂടെ ഒരുമിച്ച് കാലിടരുത്. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണത്തിന് പ്രൈം ഫോക്കസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇപ്പൊ LSCS ആണ് നിങ്ങൾ പ്രൈം ഫോക്കസ് എന്നുണ്ടെങ്കിൽ ആ LSCSന് എന്ത് ചെയ്യുക, വളരെ വൃത്തിക്ക് ഇരുന്ന് പഠിക്കുക. അല്ലാതെ നിങ്ങൾ രണ്ടും കൂടെ ഒരിക്കലും കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. എല്ലാ കാര്യങ്ങളും അത് സക്സസ് ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൈം ഫോക്കസ് ഉടൻ തന്നെ ഉറപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ LD ആണെങ്കിൽ LD പക്ക ഇരുന്ന് പഠിക്കണം. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ ട്രിവാൻഡ്രത്ത് LDയുടെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ മാർക്ക് ചോദിച്ചപ്പോൾ പലർക്കും 87 അല്ലെങ്കിൽ 85, ഓക്കെ, ആ റേഞ്ചിലൊക്കെ മാർക്ക് സ്കോർ ചെയ്തവരുണ്ട്. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ 2025 ഒരു ഗവൺമെന്റ് ജോലി, അതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം, അല്ലെ? അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് നമ്മുടെ പ്രൈം, നമ്മൾ എവിടെയാണോ നമ്മളിപ്പോ നിൽക്കുന്നത് അതൊരിക്കലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്. ഇപ്പൊ LDയിൽ നല്ല ഫോക്കസ്ഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, ഇനിയിപ്പോ എന്താണ് LSCC എനിക്ക് നന്നായിട്ട് പഠിക്കണം എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, അതിന് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സിലബസ് 1 by 1 ആയിട്ട് തീർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഒരിക്കലും ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ഒരു യഥാർത്ഥ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ പ്രൈം ഇമ്പോർട്ടൻസ് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും അത് മാറ്റി വെക്കരുത്. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ അറൗണ്ട് 35,000 പേരെടുത്ത ഒരു എക്സാം ആണ് LSCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു എഡ്ജ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം ബുദ്ധിമുട്ടണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ആസ്പിരന്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 1 by 1 ആയിട്ട് എല്ലാ സിലബസും കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നോട്ട്സും കാര്യങ്ങളും റെഡി ആക്കി വെച്ച് ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇത് കിട്ടും. കാരണം എന്താ, ഇതിനു വേണ്ടി പഠിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. ഓക്കെ, അപ്പൊ അവരോടൊപ്പമാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞങ്ങളുടെ സേവനം എപ്പോഴും ഞങ്ങൾ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് വരാം, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവാം. ഓക്കെ, ഇനി LD ക്ക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് LDയുടെ ഗ്രൂപ്പുകൾ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അതിനൊപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ,
സോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഇതുവരെയും ചെയ്യാം. ഓക്കെ. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, സോ താങ്ക് യു.